ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു വിവേകാനന്ദ IAS. അപ്പോൾ ഇന്ന് നമ്മുടെ ഡെമോ ക്ലാസ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് സ്റ്റേറ്റ്. അപ്പോൾ സ്റ്റേറ്റ് എന്താണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേറ്റ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കും അതൊരു സബ് നാഷണൽ ബോഡി അല്ലേ. ഇപ്പം നമ്മൾ കേരള സ്റ്റേറ്റ് എന്ന് പറയും, ബീഹാർ സ്റ്റേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് എന്ന് പറയും. ചിലർ പെട്ടെന്ന് ചിന്തിക്കും സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, സോവറിനിറ്റി ഉള്ള ഒരു രാജ്യം, അല്ലെങ്കിൽ ഇന്ത്യ ആസ് എ സ്റ്റേറ്റ്, ഇന്ത്യൻ സ്റ്റേറ്റ്, ചൈനീസ് സ്റ്റേറ്റ്. അപ്പം സ്റ്റേറ്റിനെ നമുക്ക് പല രീതിയിൽ മനസ്സിലാക്കാം. അപ്പം സ്റ്റേറ്റിനെ നമുക്ക് മേജർലി രണ്ട് രീതി മനസ്സിലാക്കാം. ഒന്ന്, സ്റ്റേറ്റ് ആസ് എ സോവറിൻ എൻറ്റിറ്റി, ഇന്ത്യൻ സ്റ്റേറ്റ്, അമേരിക്കൻ സ്റ്റേറ്റ്, ചൈനീസ് സ്റ്റേറ്റ്. ഇതൊരു സോവറിൻ ആയിട്ടുള്ള പൊളിറ്റിക്കൽ എൻറ്റിറ്റിയാണ്. ഓക്കെ, വിത്ത് സോവറിനിറ്റി, സുപ്രീം പവർ. ഇനി സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് സ്റ്റേറ്റിനെ ഒരു സബ് നാഷണൽ എൻറ്റിറ്റി ആയിട്ട് കാണാം. നമ്മൾ ജനറലി കേരള, തമിഴ്നാട്, ബീഹാർ, UP എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം പല രാജ്യങ്ങളിലും ഈ സബ് നാഷണൽ എൻറ്റിറ്റികളെ പല പേരിലാണ് വിളിക്കുന്നത്. ഇപ്പം കേരളം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ നമ്മൾ നമ്മുടെ സബ് നാഷണൽ എൻറ്റിറ്റികളെ, രാജ്യത്തിൻ്റെ പല യൂണിറ്റുകളെ സ്റ്റേറ്റ് എന്നാണ് വിളിക്കുന്നത്. കേരള, തമിഴ്നാട്, അങ്ങനെ. ചിലയിടത്ത് ഇവയെ പ്രൊവിൻസ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ കാനഡയിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ സബ് നാഷണൽ യൂണിറ്റുകളെ വിളിക്കുന്നത് പ്രോവിൻസ് എന്നാണ്. ഓക്കെ, ബ്രിട്ടീഷ് കൊളംബിയ പ്രോവിൻസ് ആണ്, ടൊറന്റോ, അങ്ങനെ പല രീതിയിൽ പ്രോവിൻസസ് എന്ന് വിളിക്കും. ചില സ്ഥലങ്ങളിൽ ഇവരെ വിളിക്കുന്നത് ഫെഡറൽ യൂണിറ്റ്സ് എന്നാണ്. ഇനി ചില സ്റ്റേറ്റുകളിൽ ഇവരെ വിളിക്കുന്നത് എന്താ? ഇവരെ വിളിക്കുന്നത് പ്രിഫെക്ചർ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫോക്കസ് എവിടെ ആയിരിക്കും? നമ്മൾ സ്റ്റേറ്റ് ആസ് എ സോവറിൻ എൻറ്റിറ്റി, ഈ ഒരു ഡിമെൻഷനാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ആസ് എ സോവറിൻ ബോഡി. അപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താ സ്റ്റുഡൻസ്? സ്റ്റേറ്റിൻ്റെ ഫോർമേഷൻ. എങ്ങനെയാണ് നമുക്ക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ഉണ്ടായത്? ഹൗ സ്റ്റേറ്റ് ഗോട്ട് ക്രിയേറ്റഡ്? ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹൗ സ്റ്റേറ്റ് ഗോട്ട് ക്രിയേറ്റഡ്, സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സാധനം എങ്ങനെ ഉണ്ടായി, ഇതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്കിതൊരു സ്റ്റോറിയുടെ രീതിയിൽ പഠിക്കാം. ബിക്കോസ് വി ആർ ബിൽഡിങ് കോൺസെപ്ച്വൽ ക്ലാരിറ്റി. നമ്മൾ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പം ഈ പിക്ചർ നോക്കിക്കേ. ഈ പിക്ചറിൽ നിങ്ങൾക്ക് പല ടൈപ്പ് ആൾക്കാരെ കാണും. അപ്പം ഈ പിക്ചർ എന്തിനാ സിഗ്നിഫൈ ചെയ്യുന്നത്? ദിസ് ഷോസ് സൊസൈറ്റി. സൊസൈറ്റിയിൽ പല ടൈപ്പ് ആൾക്കാരുണ്ട്. സൊസൈറ്റിയിൽ റൈറ്റ് വിങ് ചിന്താഗതിയുള്ള ആൾക്കാരുണ്ടാവും, സൊസൈറ്റിയിൽ ലെഫ്റ്റ് വിങ് ചിന്താഗതിയുള്ള ആൾക്കാരുണ്ടാവും, സൊസൈറ്റിയിൽ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, സൊസൈറ്റിയിൽ ഏത്തിസ്റ്റുകൾ ഉണ്ടാവും, സൊസൈറ്റിയിൽ ആങ്കർ ഇഷ്യൂസ് ഉള്ളവരുണ്ടാവും, സൊസൈറ്റിയിൽ വളരെയധികം മോഡസ്റ്റ് ആയിട്ടുള്ളവരുണ്ടാവും, സൊസൈറ്റിയിൽ ഫെമിനിസ്റ്റുകളുണ്ടാവും, ഷവനിസ്റ്റുകളുണ്ടാവും. ഒരു സൊസൈറ്റിയിൽ പല ടൈപ്പ് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനൊരു സൊസൈറ്റി, പല ടൈപ്പുള്ള ആൾക്കാരുള്ള സൊസൈറ്റിയിൽ എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് സ്റ്റുഡൻസ്? പല ടൈപ്പുള്ള ആൾക്കാരുള്ള, പല ചിന്താഗതിയുള്ള ആൾക്കാരുള്ള ഒരു സൊസൈറ്റിയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദർ ഇസ് എ ചാൻസ് ഓഫ് കോൺഫ്ലിക്റ്റ്. ആൾക്കാർ തമ്മിൽ തർക്കിക്കാനും വഴക്കിടാനുമുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു വലിയ ആസ്പെക്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് നമ്മുടെ ഫാമിലി. നമ്മുടെ ഫാമിലിയിൽ നമ്മൾ TV കാണാനിരിക്കുകയാണ്. അച്ഛൻ എന്ത് ചെയ്യണം? ന്യൂസ് ചാനൽ കാണണം, മകന് മൂവി കാണണം, അമ്മയ്ക്ക് സീരിയൽ കാണണം, കൊച്ചുകുട്ടി ഉണ്ടെങ്കിൽ കാർട്ടൂൺ കാണണം. അവിടെ തന്നെ ഒരു ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ എൻറ്റയർ സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ, സമൂഹത്തെ എടുത്താൽ അവിടെ ക്ലാഷ് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലേ? അങ്ങനെ ക്ലാഷ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ക്ലാഷിനെ നിയന്ത്രിക്കാനും ആരെങ്കിലും വേണ്ടേ? ദർ ഷുഡ് ബി സമ്മൺ ഹൂ റെഗുലേറ്റ് ദ ക്ലാഷ്. അല്ലെങ്കിൽ ആ സൊസൈറ്റിയെ റെഗുലേറ്റ് ചെയ്യാൻ, ക്ലാഷുകളെ നിർത്താൻ ആരെങ്കിലും വേണ്ടേ? അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ബോഡിയാണ് സൊസൈറ്റിയെ റെഗുലേറ്റ് ചെയ്യാൻ, ലോ ആൻഡ് ഓർഡർ കൊണ്ടുവരാൻ, ക്യാഓസ് ഒഴിവാക്കാൻ നമ്മൾ ഉണ്ടാക്കിയ ബോഡിയാണ് എന്ത്? സ്റ്റേറ്റ്. അപ്പം സ്റ്റേറ്റിൻ്റെ ക്രിയേഷൻ്റെ ഒരു ബേസിക് ലോജിക്കാണ് ഞാൻ പറഞ്ഞു തന്നത്. സ്റ്റേറ്റ് ഇല്ലെങ്കിൽ പല ടൈപ്പ് ആൾക്കാരാണ് സൊസൈറ്റിയിലുള്ളത്. ഇവർ തമ്മിൽ ക്ലാഷ് ആയിരിക്കും, രക്തച്ചൊരിച്ചിലുണ്ടാവും, ക്യാഓസ് ഉണ്ടാവും, അനാർക്കി ഉണ്ടാവും. അപ്പം അതിനെ റെഗുലേറ്റ് ചെയ്യാനാണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ബോഡി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. ഇനി നമുക്കിതിനെ കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് പഠിക്കുകയാണെങ്കിൽ, ഒരു ഫിലോസഫർ ഉണ്ടായിരുന്നു, ഒരു പൊളിറ്റിക്കൽ തിയറിസ്റ്റ് ഉണ്ടായിരുന്നു, പൊളിറ്റിക്കൽ തിങ്കർ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ്? തോമസ് ഹോബ്സ്. ഇദ്ദേഹം ഒരു കോൺസെപ്റ്റ് നൽകി. ഈ കോൺസെപ്റ്റിൻ്റെ പേരാണ്
സ്റ്റേറ്റ് ഓഫ് നേച്ചർ. എന്താണ് സ്റ്റുഡൻസ് ഈ സ്റ്റേറ്റ് ഓഫ് നേച്ചർ? ഇറ്റ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷൻ ഡിസ്ക്രൈബിംഗ് ഹ്യൂമൻ ലൈഫ് ബിഫോർ ഓർഗനൈസ്ഡ് സൊസൈറ്റീസ് ആൻഡ് ഗവൺമെന്റ്സ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഗവൺമെന്റോ സ്റ്റേറ്റോ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറയുന്ന അവസ്ഥ. അപ്പം ഗവൺമെന്റും ഇല്ല, റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഒരു മനുഷ്യൻ വേറെ ഒരു മനുഷ്യനെ കൊല്ലും. ദിസ് ഷോസ് അനാർക്കി. ഓക്കെ, കാരണം എന്താ? മനുഷ്യനെ നിയന്ത്രിക്കാൻ ആരുമില്ല, എല്ലാവരും സ്വന്തം പവർ മാക്സിമൈസ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആൾക്കാർ തമ്മിൽ എപ്പോഴും യുദ്ധങ്ങളും തർക്കങ്ങളും ആയിരിക്കും. ഹോബ്സ് ഈ ടൈം പീരീഡിനെ പറ്റി പറഞ്ഞത് എന്താ? ലൈഫ് ഡ്യൂറിങ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ വാസ് നാസ്റ്റി, ബ്രൂട്ടിഷ്. ഓക്കെ, ആൾക്കാരെല്ലാം തമ്മിൽ തീർത്തോണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. കാരണം എല്ലാവർക്കും പവർ അക്വിസിഷൻ വേണം. ഐ വിൽ ഗെറ്റ് ഹിം ബിഫോർ ഹി ഗെറ്റ്സ് മീ. അവൻ എന്നെ പിടിക്കുന്നതിന് മുമ്പേ ഞാൻ അവനെ തീർക്കും. ഈ ഒരു ഐഡിയോളജി ആയിരുന്നു സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ. ഓക്കെ, എവരി വൺ വാസ് ട്രൈങ് ടു ഡോമിനേറ്റ് അതർ. ഈ ഒരു അവസ്ഥയിൽ എന്താണ് നടക്കുന്നത് സമൂഹത്തിൽ? ഫിസിക്കലി പവർഫുൾ ആയിട്ടുള്ള ഡോമിനന്റ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരെയും കീഴടക്കും. ഓക്കെ, ദ ഫിറ്റസ്റ്റ് യൂസ് ടു സർവൈവ്. ഇത്തിരി ബലം കുറഞ്ഞ ആള്, ഫിസിക്കലി കേപ്പബിൾ അല്ലാത്ത, കേപ്പബിലിറ്റീസ് കുറഞ്ഞ ആള്, ഹി വുഡ് ഗെറ്റ് ഡോമിനേറ്റഡ്. ഓക്കെ, കാരണം ഇന്നൊരു വീക്ക് ആയിട്ടുള്ള ആളെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്ക് അത്രയും പെട്ടെന്ന് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വീക്ക് ആയിട്ടുള്ള ആളെ പ്രൊട്ടക്ട് ചെയ്യാൻ സ്റ്റേറ്റ് ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്. അന്ന് കാലത്ത് ഇല്ല. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു ബോഡി ഇല്ലാത്ത ഒരു കാലം. അന്ന് ലൈഫ് വാസ് നാസ്റ്റി, ബ്രൂട്ടിഷ്. ദർ വാസ് എ പീരീഡ് ഓഫ് അനാർക്കി. ഓക്കെ, അപ്പൊ ആൾക്കാർക്ക് പുറത്തോട്ട് ഇറങ്ങാൻ വരെ ഭീതിയുള്ളൊരു സമയമാണ്. ഇതൊക്കെ തിയററ്റിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആട്ടോ ഞാൻ പറയുന്നത്. ദിസ് ഓൾ തിയററ്റിക്കൽ കോൺസെപ്റ്റ്. നമ്മളൊരു കഥയായിട്ട് സ്റ്റേറ്റ് എങ്ങനെ വന്നു എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ മനുഷ്യന് കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടായി. ഓക്കെ, ഹി വാസ് ഹാവിങ് ഫിയർ ഓഫ് ഹിസ് ലൈഫ്. ഇനി ഈ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ തന്നെ വേറൊരു രീതിയിൽ കൗട്ടില്യൻ അർത്ഥശാസ്ത്രത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൗട്ടില്യ നിങ്ങൾക്ക് അറിയാം, കൗട്ടില്യ ഓർ വിഷ്ണുഗുപ്ത അല്ലെങ്കിൽ ചാണക്യൻ, 3 പേരും ഒന്ന് തന്നെയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ഐഡിയ ആണ് മത്സ്യന്യായ അല്ലെങ്കിൽ ലോ ഓഫ് ദ ഫിഷ്. ഓക്കെ, ലോ ഓഫ് ദ ഫിഷ്. എന്താണ് ഈ മത്സ്യന്യായ? നമുക്ക് നോക്കാം. മത്സ്യന്യായ ടേം ലിറ്ററലി മീനിങ് ലോ ഓഫ് ദ ഫിഷസ് വേർ ദ ലാർജർ ഫിഷ് ഡിവോർസ് ദ സ്മോളർ വൺ, സിംബിളൈസിങ് എ സ്റ്റേറ്റ് ഓഫ് ലോലെസ്നെസ് ആൻഡ് കായോസ്. അപ്പം ശക്തിയുള്ളവനാണ് വലിയ മത്സ്യം. ആ വലിയ മത്സ്യം എപ്പോഴും എന്ത് ചെയ്യും? ചെറിയ മത്സ്യത്തെ വിഴുങ്ങും. ചെറിയ മത്സ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരും ഇല്ല, ഒരു സ്റ്റേറ്റ് ഇല്ല, ഗവൺമെന്റ് ഇല്ല. ദെൻ ഹൂ വിൽ പ്രൊട്ടക്ട് ദ സ്മോളർ ഫിഷ്? ഹൂ വിൽ പ്രൊട്ടക്ട് ദ വീക്ക്? ക്ലിയർ? അപ്പൊ ഇതാണ്. അപ്പം ഹോബ്സിന്റെ സ്റ്റേറ്റ് ഓഫ് നേച്ചറും അതിന് കുറെ വർഷം മുമ്പ് വന്ന മത്സ്യന്യായം തമ്മിൽ ഒത്തിരി അധികം സിമിലാരിറ്റി ഉണ്ട്. സിമിലർ ടു ഹോബ്സ് വ്യൂ ദാറ്റ് വിത്തൗട്ട് ഗവൺമെന്റ് ലൈഫ് വുഡ് ബി സോളിറ്ററി, പുവർ, നാസ്റ്റി, ബ്രൂട്ടിഷ് ആൻഡ് ഷോർട്ട്. ഇത് ഹോബ്സ് പറഞ്ഞതാ. ഒരു സ്റ്റേറ്റും ഒരു ഗവൺമെന്റ് ഇല്ലാത്ത അവസ്ഥയിൽ മനുഷ്യന്റെ ജീവിതം സോളിറ്ററി ആയിരിക്കും, പുവർ ആയിരിക്കും, നാസ്റ്റി ആയിരിക്കും, ബ്രൂട്ടിഷ് ആയിരിക്കും, ഇറ്റ് വിൽ ബി ഷോർട്ട്. ഓക്കെ, അപ്പൊ ഈ ഐഡിയയും മത്സ്യന്യായത്തിന്റെ ഐഡിയയും സിമിലർ ആണ്. മത്സ്യന്യായം ഇസ് ഓൾസോ ടോക്കിംഗ് അബൌട്ട് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ദ സ്ട്രോങ് വിൽ സർവൈവ്, വീക്ക് വിൽ പെറിഷ്. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാം എന്താ ആവശ്യം? ഈ അനാർക്കി ഒഴിവാക്കാൻ ഏതെങ്കിലും ഒരു ബോഡി വേണം. സമൂഹത്തിൽ കാവോസും അനാർക്കിയും രക്തച്ചൊരിച്ചിലും ബ്രൂട്ടിഷ്നെസ്സും ഒക്കെ ഒഴിവാക്കാൻ ഏതെങ്കിലും ഒരു ബോഡി വേണം. ആൾക്കാർക്ക് പുറത്തിറക്കി നടക്കാൻ പേടിയാണ്. നാളെ എന്നെക്കാട്ടി ശക്തം വന്ന് എൻ്റെ സ്ഥലം കയ്യേറി എൻ്റെ ഫാമിലിയെ കീഴടക്കി അവരെ കൊണ്ടുപോവാം. ബിക്കോസ് നോ വൺ ഇസ് ദെയർ ടു റെഗുലേറ്റ്. അങ്ങനെ മനുഷ്യൻ അല്ലെങ്കിൽ നമ്മൾ പോപ്പുലേഷൻ എന്ത് ചെയ്തു? നമ്മളൊരു ബോഡി ഉണ്ടാക്കി. ആ ബോഡിയുടെ പേരാണ് സ്റ്റേറ്റ്. എന്നിട്ട് നമുക്ക് ചില അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ജീവിക്കുമ്പോൾ സ്റ്റേറ്റ് ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യായിരുന്നു. നമ്മൾ ആ അധികാരങ്ങളും അവകാശങ്ങളും എന്ത് ചെയ്തു? സ്റ്റേറ്റിന് സറണ്ടർ ചെയ്തു. അതായത് സ്റ്റേറ്റ് ഇല്ലാത്ത സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഏത് റോഡിൽ കൂടെ മൂവ് ചെയ്യാം. ഇന്ന് നമുക്കൊരു സ്റ്റേറ്റ് ഉണ്ട്, പോലീസ് പറയും ഇത് 1 വേ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്റ്റേറ്റിനെ അനുസരിക്കും. അപ്പൊ പണ്ട് മനുഷ്യൻ ആരെ അനുസരിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം മനുഷ്യനെ റെഗുലേറ്റ് ചെയ്യാൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി ഇല്ല. നമ്മൾ തന്നെ എന്ത് ചെയ്തു? ഇപ്പോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി അങ്ങ് ക്രിയേറ്റ് ചെയ്തു. എന്തിനു വേണ്ടി? നമുക്ക് പ്രൊട്ടക്ഷൻ തരാനും സെക്യൂരിറ്റി തരാനും. അപ്പൊ നമ്മൾ നമ്മുടെ അധികാരങ്ങൾ ആർക്ക് സറണ്ടർ ചെയ്തു? അവകാശങ്ങളും ആർക്ക് സറണ്ടർ ചെയ്തു? സ്റ്റേറ്റിന് സറണ്ടർ ചെയ്തു. അപ്പൊ നമ്മൾ സറണ്ടർ ചെയ്ത അവകാശങ്ങളും അധികാരം തന്നെയാണ് സ്റ്റേറ്റിന്റെ അതോറിറ്റി അല്ലെങ്കിൽ പവർ. അപ്പൊ സ്റ്റേറ്റിന് നമ്മൾ തന്നെയാണ് വി ദ പീപ്പിൾ ഗീവ് അതോറിറ്റി ആൻഡ് പവർ. അപ്പൊ നമ്മൾ സ്റ്റേറ്റിന് നമ്മുടെ റൈറ്റ്സ് സ്റ്റേറ്റിന് സറണ്ടർ ചെയ്യുന്നു. നമ്മുടെ അധികാരങ്ങളും അവകാശങ്ങളും എല്ലാം നമ്മൾ സ്റ്റേറ്റിന് കൊടുക്കുന്നു. സ്റ്റേറ്റ് അതിന് പകരം നമുക്ക് എന്ത് തരും?
സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷനും വരും. അപ്പൊ വി ആർ ഗീവിംഗ് ദ സ്റ്റേറ്റ് ദ അതോറിറ്റി ഓർ പവർ. ഇൻ റിട്ടേൺ സ്റ്റേറ്റ് വിൽ ഗീവ് അസ് സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ. ഇതിനെയാണ് നമ്മൾ സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറയുന്നത്. കാരണം റെഗുലേറ്റ് ചെയ്യാൻ ആരുമില്ലാത്ത ഒരു സമൂഹം അനാർക്കിയിലേക്കും കാവോസിലേക്കും പോകും. അപ്പൊ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോപ്പുലേഷൻ തന്നെ എന്തിനെ ക്രിയേറ്റ് ചെയ്തു? സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സ്റ്റേറ്റിന് നമ്മൾ തന്നെയാണ് അതോറിറ്റി കൊടുത്തത്, നമ്മൾ തന്നെയാണ് പവർ കൊടുത്തത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന അതോറിറ്റിയും പവറും വെച്ച് സ്റ്റേറ്റ് നമുക്ക് എന്ത് തരണം? സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷനും തരണം. ദിസ് വാസ് ദ കോൺട്രാക്ട് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് സ്റ്റേറ്റ്. ഇനി നമ്മൾ മുമ്പോട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് എന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ 2 വാക്ക് പറഞ്ഞു. നമ്മളാണ് സ്റ്റേറ്റിന് പവർ കൊടുത്തത് അല്ലെങ്കിൽ അതോറിറ്റി എന്ന് കൊടുത്തത്. അപ്പം നിങ്ങൾ പോളിറ്റി ഒക്കെ പഠിക്കുമ്പോൾ ഈ 2 വാക്കും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഒരു എക്സാമ്പിളിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ ഏരിയയിൽ ഒരു ലോക്കൽ ഡോൺ ഉണ്ടെന്ന് വെച്ചോ, ഗാങ്സ്റ്റർ. അപ്പം അദ്ദേഹത്തിന് കുറച്ച് പൈസ വേണം. അദ്ദേഹം നിങ്ങളെ വന്ന് ഭീഷണിപ്പെടുത്തുന്നു. മര്യാദയ്ക്ക് എനിക്ക് 3 കോടി രൂപ തരുക, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊന്നുകളയും. അപ്പം നമ്മൾ പേടിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ അയാൾക്ക് പൈസ കൊടുക്കും. കാരണം എന്താ? അയാൾക്ക് പവർ ഉണ്ട്. ഓക്കെ, അപ്പം ഹി ഹാസ് എ പവർ. ഓക്കെ, ഹി ഹാസ് ദ കേപ്പബിലിറ്റി ടു ഡു സംതിങ്. ഹി ഹാസ് ദ കേപ്പബിലിറ്റി ടു ഡു സംതിങ്. കാരണം അദ്ദേഹത്തിന് പവർ ഉണ്ട്. അപ്പം അദ്ദേഹത്തെ പേടിച്ച് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അയാൾക്ക് കൊടുക്കാനുള്ള പൈസ കൊടുത്തു. ഇനി പോട്ടെ, നമ്മൾ ആ ഡോണിന്റെ കാര്യം വിട്ടു. നമ്മുടെ സർക്കാരിന് കുറച്ച് കാശ് ആവശ്യമുണ്ട്. അപ്പം സർക്കാർ എന്ത് ചെയ്തു? സർക്കാർ നമ്മളോട് ടാക്സ് ചോദിച്ചു. അപ്പം നമ്മൾ സർക്കാരിന് എന്ത് ചെയ്തു? നമ്മൾ സർക്കാരിനും പൈസ കൊടുത്തു. പക്ഷേ ഒരു റൗഡിക്കോ ഗുണ്ടയ്ക്കോ പൈസ കൊടുക്കുന്ന പോലെ അല്ല നമ്മൾ സർക്കാരിന് പൈസ കൊടുക്കുന്നത്. കാരണം സർക്കാരിന് എന്തുണ്ട്? സർക്കാരിന് അതോറിറ്റി ഉണ്ട്. ഓക്കെ, സർക്കാരിന്റെ പവർ ഇസ് ഓൾവേസ് ലെജിറ്റിമേറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ലെജിറ്റിമേറ്റ് പവർ ഇസ് അതോറിറ്റി. ഓക്കെ, ഇപ്പൊ ചില ആൾക്കാർ പവർ എന്നുള്ള വാക്കും അതോറിറ്റികൾ എന്നുള്ള വാക്കും ഒന്നായിട്ട് ഉപയോഗിക്കും. നോ പ്രോബ്ലം. ജനറലി സ്റ്റുഡൻസ് അങ്ങനെ തന്നെ ചെയ്യാറ്. പക്ഷെ ഇതിനകത്തുള്ള സ്ലൈറ്റ് ഡിഫറൻസ് ആണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നത്. അതായത് പവർ ഇസ് കേപ്പബിലിറ്റി ടു ഡു സംതിങ്. ഓക്കെ, അതേസമയം അതോറിറ്റി എന്ന് പറഞ്ഞാൽ കേപ്പബിലിറ്റി മാത്രമല്ല, ലെജിറ്റിമസിയുടെ ഫാക്ടറോട് വരും. നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള അധികാരമുണ്ട്. അപ്പൊ സ്റ്റേറ്റിന് നമ്മുടെ ഇന്ന് കാശ് മേടിക്കാനുള്ള അധികാരം നമ്മൾ തന്നെ സ്റ്റേറ്റിന് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ലീഗൽ. എപ്പോഴും ലീഗൽ ആവണമെന്നില്ല. അതേസമയം അതോറിറ്റി ഈസ് ഓൾവേസ് ലീഗൽ ആൻഡ് ലെജിറ്റിമേറ്റ്. ഓക്കെ, ഇതാണ് പവറും അതോറിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, പക്ഷെ നമ്മൾ പോളിറ്റി ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പവർ ഓഫ് ദ പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം ഇത് ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാറുണ്ട്. പവർ ഓഫ് ദ പ്രസിഡന്റ് എന്ന് നമ്മൾ പറയുമ്പോൾ പ്രസിഡന്റിന്റെ പവർ എന്ത് പവറാ? ലെജിറ്റിമേറ്റ് പവർ തന്നെയാണ്. ഓക്കെ, അപ്പം പവർ ക്യാൻ ബി ലെജിറ്റിമേറ്റ് ഓർ ഇല്ലെജിറ്റിമേറ്റ്. ലെജിറ്റിമേറ്റ് പവർ ഇസ് കോൾഡ് ആസ് അതോറിറ്റി. ക്ലിയർ? അപ്പൊ ഇതാണ് അതോറിറ്റിയും പവറും തമ്മിലുള്ള വ്യത്യാസം. പവർ ഇസ് ദ എബിലിറ്റി ടു ഡു സംതിങ്. ഇറ്റ് മേ ബി ലീഗൽ ഓർ ഇല്ലീഗൽ. അതേസമയം അതോറിറ്റിയിൽ എന്തുണ്ടാവും? you will have the ability to do something plus you will have legitimacy. Authority is always legal. അതേസമയം പവർ ക്യാൻ ബി ലീഗൽ ഓർ ഇല്ലീഗൽ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു സ്റ്റേറ്റ് എന്താണെന്ന് നോക്കാം. ഞാൻ ഇവിടെ നിങ്ങളോട് കാണിച്ചു തന്നു. നമ്മൾ മനുഷ്യർ തന്നെയാണ് എന്ത് ചെയ്തത്? സ്റ്റേറ്റിനെ ക്രിയേറ്റ് ചെയ്തത്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മളാണ് സ്റ്റേറ്റിന് അതോറിറ്റിയും ലെജിറ്റിമസിയും കൊടുത്തത്. അപ്പൊ സ്റ്റേറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റിന്റെ ഇവിടെ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, PTGS. അപ്പൊ സ്റ്റേറ്റിന്റെ ബേസിക് 4 എലിമെന്റുകളാണ് ഈ PTGS. PTGS എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെന്റ് ആൻഡ് ഓൾസോ സോവറിനിറ്റി. അപ്പം ഏതൊരു പൊളിറ്റിക്കൽ എൻറ്റിറ്റിക്കും ഈ ഒരു 4 ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ പൊളിറ്റിക്കൽ എൻറ്റിറ്റി എന്ത് വിളിക്കും? സ്റ്റേറ്റ് എന്ന് വിളിക്കും. ഏതൊക്കെയാ? പൊളിറ്റിക്കൽ എൻറ്റിറ്റി വിച്ച് വിൽ ഹാവ് population, which will have a territory, which will have a government and which will have a sovereignty. അപ്പൊ ഈ 4 എലിമെന്റ് ഉള്ള ഒരു ബോഡിയെ നമ്മൾ സ്റ്റേറ്റ് എന്ന് വിളിക്കും. അത് ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ PTGS എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റേറ്റ് എന്താണെന്ന് നോക്കാം. വിൽ സ്റ്റഡി വാട്ട് ഇസ് സ്റ്റേറ്റ്. സ്റ്റേറ്റ് എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി സ്റ്റേറ്റിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. അപ്പൊ സ്റ്റേറ്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ, ഓക്കെ, ഹൗ വി വിൽ ഡിഫൈൻ സ്റ്റേറ്റ്? ഹൗ വി വിൽ ഡിഫൈൻ സ്റ്റേറ്റ്? State will have any political entity
വിത്ത് 4 എലിമെന്റ്സ്. ഓക്കെ, 4 എലിമെന്റുകളുള്ള ഏത് പൊളിറ്റിക്കൽ എൻറ്റിറ്റിയെ നമുക്ക് സ്റ്റേറ്റ് എന്ന് വിളിക്കാം? ഏതാണ് ഈ 4 എലിമെന്റ്സ് സ്റ്റുഡൻസ്? വാട്ട് ആർ ദീസ് 4 എലിമെന്റ്സ്? ഫസ്റ്റ് ഇസ് പോപ്പുലേഷൻ. ഇപ്പൊ ഇന്ത്യ ഒരു സ്റ്റേറ്റ് ആയിട്ട് നിങ്ങൾ കാണുക. നമ്മൾ ജനങ്ങളില്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റ് ഉണ്ടോ? ഇല്ല. സോ വി നീഡ് എ പോപ്പുലേഷൻ. കുറച്ചുകൂടെ നല്ല പ്രയോഗം എന്താ? പെർമനന്റ് പോപ്പുലേഷൻ. അപ്പൊ ഒരു സ്റ്റേറ്റിൽ എപ്പോഴും എന്തുണ്ടാവും? യു വിൽ ഹാവ് എ പെർമനന്റ് പോപ്പുലേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റിൽ എന്തുണ്ടാവും? സ്റ്റേറ്റ് വിൽ ഹാവ് എ ഡിഫൈൻഡ് ടെറിട്ടറി. ഓക്കെ, ഇന്ത്യക്ക് ഡിഫൈൻഡ് ആയിട്ടുള്ള ടെറിട്ടറി ഉണ്ട്, ഫിക്സഡ് ആയിട്ടുള്ള ടെറിട്ടറി ഉണ്ട് ഇന്ത്യക്ക്. നമുക്ക് ലാൻഡ് ബൗണ്ടറി ഉണ്ട്, നമുക്ക് വാട്ടർ സീ ബൗണ്ടറി ഉണ്ട്. അതുപോലെ then the next feature will be government. ഗവൺമെന്റിനെക്കാട്ടി നല്ലത് നിങ്ങൾ എന്തെഴുതുന്നതാണ്? യു ഹാവ് ആൻ എഫിഷ്യന്റ് ഗവൺമെന്റ്. പേരിനൊരു സർക്കാർ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇപ്പൊ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ സർക്കാരുണ്ട്, പക്ഷെ അവിടെ തീവ്രവാദി ആക്രമണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നു, അവിടെ ആൾക്കാർ തമ്മിലടിക്കുന്നു, കലാപങ്ങൾ ഉണ്ടാകുന്നു, ഗവൺമെന്റ് പറയുന്നതൊന്നും ആരും കേൾക്കുന്നില്ല. അങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല. യു നീഡ് ആൻ എഫിഷ്യന്റ് ഗവൺമെന്റ്. പിന്നെ സ്റ്റേറ്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 4th ഇമ്പോർട്ടന്റ് ആയ എലിമെന്റ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എലിമെന്റ് സോവറൈനിറ്റി. പരമാധികാരം വേണം സ്റ്റേറ്റിന്. ഓക്കെ, പരമാധികാരം ഇല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലാതാവും. കാരണം ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇന്ത്യ എന്താണ്? ഇന്ത്യ ഇസ് നോട്ട് എ സ്റ്റേറ്റ്, ഇന്ത്യ വാസ് ജസ്റ്റ് എ കോളനി. കാരണം നമുക്ക് പരമാധികാരം ഇല്ല. പരമാധികാരം ബ്രിട്ടീഷ് ക്രൗണിന്റെ കയ്യിലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ സ്റ്റേറ്റിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യേണ്ടതെന്ന്? 4 എലിമെന്റ്സ് ഉള്ള ഒരു പൊളിറ്റിക്കൽ ബോഡിയെ നമുക്ക് സ്റ്റേറ്റ് എന്ന് വിളിക്കാം. 4 എലിമെന്റ്സ് ഏതൊക്കെയാണ്? പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെന്റ് ആൻഡ് സോവറിനിറ്റി. ക്ലിയർ? അതിനകത്ത് സോവറിനിറ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം സോവറിനിറ്റി ഇല്ലെങ്കിൽ നമ്മൾ വെറും ഒരു കോളനിയായി മാറും. ഓക്കെ, ഇത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ജോഗ്രഫിക്കൽ ടെറിട്ടറി, പോപ്പുലേഷൻ, ഗവൺമെന്റ് ആൻഡ് സോവറിനിറ്റി. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് പോപ്പുലേഷൻ. ഒരു രാജ്യത്തെ ഫസ്റ്റ് ഫീച്ചർ ആണല്ലോ പോപ്പുലേഷൻ. അപ്പോൾ ഒരു രാജ്യത്ത് പോപ്പുലേഷൻ നമുക്ക് പല രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പം ബേസിക് ഡിവിഷൻ ഓഫ് പോപ്പുലേഷൻ. അപ്പൊ ഇന്ത്യൻ രാജ്യം നിങ്ങൾ എടുത്തു നോക്കുക. ഇന്ത്യയുടെ പോപ്പുലേഷനെ ബ്രോഡായിട്ട് നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, ഇന്ത്യയിൽ ഇന്ത്യൻ സിറ്റിസൺസ് ഉണ്ട്, നമ്മൾ പൗരന്മാര്. പിന്നെ ഇവിടെ എന്തുണ്ട്? നോൺ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സിറ്റിസൺസും നോൺ സിറ്റിസൺസുമായ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ സിറ്റിസൺ ഇസ് ദ ലീഗലി റെക്കഗ്നൈസ്ഡ് മെമ്പർ ഓഫ് എ സ്റ്റേറ്റ് വിത്ത് റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ്. ഒരു സിറ്റിസൺ എന്തുണ്ട്? ഫുൾ പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉണ്ട്, ഫുൾ പൊളിറ്റിക്കൽ റൈറ്റ്സ്. അതായത് നമുക്കിവിടെ വോട്ടവകാശമുണ്ട്, നമുക്ക് തെരഞ്ഞെടുപ്പിൽ നിൽക്കാനുള്ള അവകാശമുണ്ട്. ഇങ്ങനെയുള്ള അധികാരങ്ങളൊന്നും ഒരു നോൺ സിറ്റിസൺസിന് ഒരിക്കലും ഉണ്ടാവില്ല. നമുക്ക് ചില കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ നമ്മളെ ഡീപ്പോർട്ട് ചെയ്യാൻ പാടായിരിക്കും ഇന്ത്യയിൽ നിന്ന്. ഓക്കെ, പിന്നെ 2, ചില മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യൻ സിറ്റിസൺസ് മാത്രമേ ഉള്ളൂ, ഫോറിനേഴ്സിന് അതില്ല. ഞാൻ എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യം അല്ല പറയുന്നത്. ഇപ്പോൾ ആർട്ടിക്കിൾ 15, 16, 19, 29, 30 ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യക്കാർക്ക് മാത്രമേ ഉള്ളൂ, ഇന്ത്യൻ സിറ്റിസൺസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ വി വിൽ ഹാവ് എ കംപ്ലീറ്റ് ആക്സസ് ടു സർവീസസ്. പുറം രാജ്യങ്ങളിൽ നമുക്ക് നമ്മുടെ എംബസിയുടെ ഡിപ്ലോമാറ്റിക് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഒരിക്കലും ഒരു ഇന്ത്യക്കാരനെ ഇന്ത്യയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യാൻ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, അതേസമയം നോൺ സിറ്റിസണിന് ഹി വിൽ ഓൺലി ഹാവ് ലിമിറ്റഡ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ. വേറൊരു രാജ്യത്തെ പൗരന് ഇന്ത്യയിൽ വോട്ട് ചെയ്യാനോ പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനോ നമ്മുടെ MP സീറ്റിന് വേണ്ടി മത്സരിക്കാനോ ഒന്നും പറ്റത്തില്ല. ഹി വിൽ ഓൺലി ഹാവ് എ ലിമിറ്റഡ് റൈറ്റ്സ്. ഓക്കെ, അപ്പം ബേസിക് ക്ലാസിഫിക്കേഷൻ, ഒരു രാജ്യത്തെ പോപ്പുലേഷന്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ എന്താ? സിറ്റിസൺ ആൻഡ് നോൺ സിറ്റിസൺ. ഇനി നമുക്ക് വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, NRI ആൻഡ് റെസിഡന്റ്. ഇത് സിറ്റിസൺസിനെ തന്നെ നമ്മൾ സബ് ക്ലാസിഫൈ ചെയ്യുന്നതാണ്. സിറ്റിസൺ ക്യാൻ ബി റെസിഡന്റ് ഓർ നോൺ റെസിഡന്റ്. റെസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സ്റ്റുഡന്റ്, an Indian who's living primarily in India. അതായത് വർഷത്തിൽ 152 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യ തന്നെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ താമസിക്കുന്ന ആളാരാ? ഇന്ത്യൻ റെസിഡന്റ്. ഇദ്ദേഹം ഇന്ത്യയിലാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. 182 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ചെലവഴിക്കുന്ന ആളെയാണ് നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ എന്ന്, ഇന്ത്യൻ റെസിഡന്റ് എന്ന് വിളിക്കുന്നത്. ഹീസ് കോൾഡ് ആസ് എ റെസിഡന്റ്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടാക്സേഷന് വേണ്ടിയുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നിങ്ങൾ അതിൽ കൂടുതൽ പഠിക്കേണ്ട, അതിൽ കൂടുതൽ നമുക്ക് എക്കണോമിയിൽ പഠിക്കാം. അതേസമയം നോൺ റെസിഡന്റ് ഇന്ത്യൻ ആരാ? ഇദ്ദേഹവും ഒരു ഇന്ത്യക്കാരൻ തന്നെയാണ്, ഇന്ത്യൻ പൗരൻ തന്നെയാണ്. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്യും? 182 ദിവസത്തിൽ താഴെ ഇദ്ദേഹം ഇന്ത്യയിൽ നിൽക്കുകയുള്ളൂ. ഇദ്ദേഹത്തിന് കുറച്ച് ഫിനാൻഷ്യൽ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവും, കുറച്ച് റെസ്ട്രിക്ഷൻസും ഉണ്ടാവും. അപ്പൊ ഇത് ബേസിക്കലി ഒരു എക്കണോമിക് ക്രൈറ്റീരിയ. റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റ്. 182 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യ താമസിക്കുന്ന ആള് റെസിഡന്റ് ആയിരിക്കും. 182 ദിവസത്തിൽ കുറവ് ഇന്ത്യ താമസിക്കുന്ന ആള്
നോൺ റെസിഡന്റ് ഇന്ത്യൻ ആയിരിക്കും. രണ്ടുപേരും ഇന്ത്യക്കാർ തന്നെ, സിറ്റിസൺസ് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു രാജ്യത്തെ പോപ്പുലേഷനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്താ കാണുന്നത്? സിറ്റിസണും നോൺ സിറ്റിസണും. ഓക്കെ, NRI എന്ന് പറഞ്ഞ ആളും റെസിഡന്റ് എന്ന് പറഞ്ഞ ആളും രണ്ടും ആരാ? സിറ്റിസൺ തന്നെ. ഒരാൾ കൂടുതൽ സമയം ഇന്ത്യ സ്പെൻഡ് ചെയ്യുന്നു, ഒരാൾ കൂടുതൽ സമയം പുറത്ത് സ്പെൻഡ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി നോൺ സിറ്റിസൺസിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? സിറ്റിസൺസിനെ നമ്മൾ റെസിഡന്റ് എന്നും നോൺ റെസിഡന്റ് എന്നും ക്ലാസിഫൈ ചെയ്തു. നോൺ സിറ്റിസണിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? ഒന്ന്, ഫ്രണ്ട്ലി ഏലിയൻ. ഈ ഏലിയൻ എന്നുള്ള വാക്ക് കണ്ടപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ടെറസ്ട്രിയൽ എന്നൊന്നും വിശ്വസിക്കേണ്ട. ഇറ്റ് ഈസ് ഓൺലി മീനിങ് എ ഫോറിനർ. ഓക്കെ, പക്ഷേ ആ രാജ്യവും നമ്മുടെ രാജ്യവുമായിട്ട് നല്ല ഡിപ്ലോമാറ്റിക് ബന്ധമുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ രാജ്യത്തേക്ക് ഭൂട്ടാനിൽ നിന്ന് ഒരാൾ വന്നു. ഈവൻ അമേരിക്ക, പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ അമേരിക്ക ഒരു ഫ്രണ്ട്ലി നേഷനായിട്ടാണ് കാണും. ഇപ്പോൾ UAE നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് ഒരാൾ വന്നു. ഓക്കെ, ശ്രീലങ്കയിൽ നിന്ന് ഒരാൾ വന്നു. ഹീസ് കൺസിഡേർഡ് ആസ് എ ഫ്രണ്ട്ലി ഏലിയൻ. ഓക്കെ, ഇനി ചില രാജ്യങ്ങളുമായിട്ട് നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെടും, നമ്മളുമായിട്ട് ഹോസ്റ്റിലിറ്റി ഉള്ള രാജ്യമായിരിക്കും. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ പൗരൻ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഈ ഷുഡ് ബി കൺസിഡേർഡ് ആസ് എൻ എനിമി ഏലിയൻ. ഇപ്പോൾ ഇറാന്റെ ഒരു പൗരൻ ഇസ്രായേലിലുണ്ടെങ്കിൽ ഈ ഷുഡ് ബി കൺസിഡേർഡ് ആസ് എൻ എനിമി ഏലിയൻ. അപ്പം നമ്മളുമായിട്ട് യുദ്ധമുള്ള രാജ്യത്തിലെ പൗരനെ നമുക്ക് എനിമി ഏലിയൻ എന്ന് പറയാം. ഇദ്ദേഹത്തിന് നമ്മുടെ രാജ്യത്തിൽ പല റെസ്ട്രിക്ഷനും ഫേസ് ചെയ്യേണ്ടി വരും. ഇനി എന്താണുള്ളത്? ഒന്ന്, നമ്മുടെ രാജ്യത്ത് ലീഗലായിട്ട് വാലിഡ് പേപ്പേഴ്സ്, അതായത് പാസ്പോർട്ടും വിസയും ഒക്കെ കൊണ്ട് ലീഗലായിട്ട് വന്ന പുറത്തുള്ള രാജ്യത്തിലെ ഒരാളെ നമ്മൾ ലീഗൽ മൈഗ്രൻ്റ് എന്ന് പറയും. ഓക്കെ, ഇപ്പം നമ്മളൊരാൾ PR എടുത്ത് അമേരിക്കയ്ക്ക് പോയി, കാനഡയ്ക്ക് പോയി, നമ്മൾ ലീഗലാണ് അവിടെ. വി ആർ എ ലീഗൽ മൈഗ്രൻ്റ്. ഇനി വേറെ ടൈപ്പ് ആൾക്കാരുണ്ട്, ഇവര് ഒന്നുകിൽ പ്രോപ്പർ പേപ്പേഴ്സോ പാസ്പോർട്ടോ ഒന്നും ഇല്ലാതെ ഇന്ത്യയിലേക്ക് കയറി അല്ലെങ്കിൽ ഒരു രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയ ആൾക്കാരായിരിക്കും. ഇവരാരായിരിക്കും? ഇല്ലീഗൽ മൈഗ്രൻസ്. ബംഗ്ലാദേശിൽ നിന്ന് ഒത്തിരി അധികം ഇല്ലീഗൽ മൈഗ്രൻസ് ഇന്ത്യയിലേക്ക് വരും. ഈ ഇല്ലീഗൽ മൈഗ്രൻ്റ് ആണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് പാസ്പോർട്ടും വിസയും പേപ്പേഴ്സും ഒന്നും ഇല്ലാതെ നിങ്ങളൊരു രാജ്യത്തിലേക്ക് കടന്നു കയറണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പറും പാസ്പോർട്ടും വിസയും എല്ലാം ഉണ്ട്, പക്ഷെ നിങ്ങൾ പറഞ്ഞ സമയത്തെക്കാട്ടി കൂടുതൽ ഓവർ സ്റ്റേ ചെയ്യുന്നു. ഓക്കെ, യു വിൽ be considered as an illegal migrant if you are overstaying and you are staying in a country after your visa has expired. മനസ്സിലായോ? അപ്പം നിങ്ങൾ പേപ്പറോട് കൂടി വന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയത്തെക്കാട്ട് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ യു ആർ കൺസിഡേർഡ് ടു ബി എ ഇല്ലീഗൽ മൈഗ്രന്റ്. ഓക്കെ, ക്ലിയർ? ഇനി വേറെ ഒരു കാറ്റഗറി ഉണ്ട്, റെഫ്യൂജി. റെഫ്യൂജി ആരാണ്? സ്വന്തം രാജ്യത്തിൽ ജീവിക്കാൻ ഒരു രക്ഷയുമില്ല, അതുകൊണ്ട് വേറെ രാജ്യത്തിലേക്ക് കുടിയേറുന്ന ആൾക്കാരെയാണ് നമ്മൾ അഭയാർത്ഥികൾ അല്ലെങ്കിൽ റെഫ്യൂജീസ് എന്ന് വിളിക്കുന്നത്. ഇപ്പം റോഹിംഗ്യാസ്, മ്യാൻമാറിലെ റോഹിംഗ്യാസ്, അഫ്ഗാനിസ്ഥാനിലെ ഹസാരാസ്, ഇവരെല്ലാം സ്വന്തം രാജ്യത്തിലെ ആൾക്കാർ പെർസിക്യൂട്ട് ചെയ്യുന്നു. അപ്പം അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാനേ പറ്റുന്നില്ല, അവർ വേറെ രാജ്യത്തിലേക്ക് കടക്കുന്നു. ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ റെഫ്യൂജി എന്ന് വിളിക്കുന്നത്. ഒരു റെഫ്യൂജി കൺവെൻഷൻ ഒക്കെ ഉണ്ട്, പക്ഷേ ഇന്ത്യ അത് സൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങളുടെ IR ടീച്ചർ ഇത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു പോപ്പുലേഷനെ മേജറായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സിറ്റിസൺ ആൻഡ് നോൺ സിറ്റിസൺ. സിറ്റിസൺസിനെ തന്നെ നമുക്ക് NRI ആയിട്ടും റെസിഡന്റ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അതുപോലെ നോൺ സിറ്റിസൺസിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? ഫ്രണ്ട്ലി ഏലിയൻ, എനിമി ഏലിയൻ, ലീഗൽ മൈഗ്രന്റ്, ഇല്ലീഗൽ മൈഗ്രന്റ് ആൻഡ് റെഫ്യൂജി. ഓക്കെ, ഇനി രണ്ട് പദങ്ങളൂടെ ഞാൻ പരിചയപ്പെടുത്താം, സബ്ജക്റ്റും സിറ്റിസണും. സിറ്റിസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ രാജ്യത്തിന്റെ പൗരനാണെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിന്റെ പൗരനാണ്. വി വിൽ ഹാവ് ഫുൾ പ്രൊട്ടക്റ്റീവ് റൈറ്റ്സ്. ഫുൾ പ്രൊട്ടക്ഷൻ റൈറ്റ്സും നമുക്കുണ്ടാവും. നമുക്ക് മാക്സിമം പ്രൊട്ടക്ഷൻ നമ്മുടെ രാജ്യം തരും, നമുക്ക് ആവശ്യത്തിനുള്ള റൈറ്റ്സും പ്രിവിലേജും എല്ലാം നമ്മുടെ രാജ്യം തരും. വി വിൽ എൻജോയ് ഫുൾ പൊളിറ്റിക്കൽ റൈറ്റ്സ്. അതേസമയം ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ രാജഭരണ സമയത്താണ്. രാജസമയത്ത് നമ്മൾ പ്രജയാണ്, ഇപ്പം നമ്മൾ പൗരനാണ്. പ്രജയ്ക്ക് പൗരന്റെ അത്രയും അധികാരങ്ങളോ അവകാശങ്ങളോ ഒന്നും ഇല്ല. ക്ലിയർ? ബ്രിട്ടീഷിന്റെ സമയത്ത് വി വേർ എ സബ്ജക്ട്, ഇൻഡിവിജ്വൽ അണ്ടർ ദ അതോറിറ്റി ഓഫ് എ സോവറൻ പവർ വിത്തൗട്ട് ഫുൾ പൊളിറ്റിക്കൽ റൈറ്റ്സ്. സിറ്റിസന്റെ കേസിൽ എന്താ? ലീഗലി റെക്കഗ്നൈസ്ഡ് മെമ്പർ ഓഫ് എ സ്റ്റേറ്റ് വിത്ത് ഫുൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, ഇനിയും നമ്മൾ ഫസ്റ്റ് എലിമെന്റ് ഓഫ് സ്റ്റേറ്റ് ഫിനിഷ് ചെയ്തു, ദാറ്റ് ഇസ് പോപ്പുലേഷൻ നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി അടുത്തത് എന്താ സ്റ്റുഡൻസ്? സെക്കൻഡ് ഇസ് ടെറിട്ടറി. ടെറിട്ടറി പ്രത്യേകിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. ഒരു രാജ്യമാണ് നിങ്ങൾ, ഒരു സ്റ്റേറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ടെറിട്ടറി വേണം. ഇപ്പോൾ ഇന്ത്യക്ക് ഫിക്സഡ് ആയിട്ടുള്ള ലാൻഡ് ബൗണ്ടറി ഉണ്ട്, ഫിക്സഡ് ആയിട്ടുള്ള ഒരു
സീ ബൗണ്ടറി ഉണ്ട്. സോ എവറി സ്റ്റേറ്റ് ഷുഡ് ഹാവ് എ ഫിക്സഡ് ബൗണ്ടറി, അല്ലെങ്കിൽ പ്രോപ്പർ ജോഗ്രഫി കാണണം. ഇത് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ഇനി മൂന്നാമത്തെ കോൺസെപ്റ്റ് ഗവൺമെന്റ്, അല്ലെങ്കിൽ മൂന്നാമത്തെ എലിമെന്റ് ഓഫ് എ സ്റ്റേറ്റ് എന്താ? ഗവൺമെന്റ്. നമുക്ക് കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് പ്രയോഗിക്കാം? എഫിഷ്യന്റ് ഗവൺമെന്റ് എന്ന് പറയാം. അപ്പൊ നിങ്ങളുടെ ആൻസറിന് കുറച്ചുകൂടെ വാല്യൂ കിട്ടും. എന്താണ് ഈ ഗവൺമെന്റ് സ്റ്റുഡൻസ്? ഗവൺമെന്റ് ഇസ് ബേസിക്കലി ദ സിസ്റ്റം ടു റൺ ദ സ്റ്റേറ്റ്. ഓക്കെ, നമ്മൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൽ നമുക്ക് കാണാൻ പറ്റൂ. സ്റ്റേറ്റ് എന്താണ്? പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെന്റ് പ്ലസ് സോവറിറ്റി. അപ്പൊ സ്റ്റേറ്റിനാണ് നമ്മൾ പവർ കൊടുത്തേക്കുന്നത്. പക്ഷേ ഈ സ്റ്റേറ്റിനെ റണ്ണ് ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ? ഇപ്പൊ ഇന്ത്യൻ സ്റ്റേറ്റിനെ റൺ ചെയ്യുന്ന ആരാ? സെൻട്രൽ ഗവൺമെന്റ് ആണ്. കേരളത്തെ റൺ ചെയ്യുന്നത് ആരായിരുന്നു? ഇത്ര നാൾ വരെ LDF ഗവൺമെന്റ് ആയിരുന്നു. ഓക്കെ, സോ ഞാൻ പറയുന്ന പോലെ ഗവൺമെന്റ് ഇസ് എ സിസ്റ്റം ടു റൺ ദ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഈസ് ദ ഇൻസ്ട്രുമെന്റാലിറ്റി ഓഫ് ദ സ്റ്റേറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ദ എൻറ്റിറ്റി വിച്ച് ആക്ച്വലി യൂസസ് ദ പവർ ഓഫ് ദ സ്റ്റേറ്റ്. നിങ്ങൾ മനസ്സിലാക്കണം, സ്റ്റേറ്റ് ആണോ ഗവൺമെന്റ് ആണോ പവർഫുൾ എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ആണ് പവർഫുൾ. സ്റ്റേറ്റിനാണ് നമ്മൾ അതോറിറ്റിയും പവറും കൊടുത്തേക്കുന്നത്. പക്ഷേ സ്റ്റേറ്റിനെ റണ്ണ് ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ? സ്റ്റേറ്റിനെ റണ്ണ് ചെയ്യുന്ന ബോഡിയാണ് നമ്മൾ വിളിക്കുന്നത് ഗവൺമെന്റ്. അപ്പം ഗവൺമെന്റ് എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഡസ് എ ഗവൺമെന്റ് കൺസിസ്റ്റ് ഓഫ്? ഒരു ഗവൺമെന്റിനകത്ത് എന്തൊക്കെയുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ, ഗവൺമെന്റ് കൺസിസ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻസ്. അപ്പം നമ്മൾ ഒരു UPSC ആസ്പിറന്റ് ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം, ഗവൺമെന്റിനകത്ത് വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഓർഗനൈസേഷനോ ആണ് UPSC. ഓക്കെ, CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഓക്കെ, ക്ലിയർ? ഇതെല്ലാം ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന. RBI, ഇറ്റ് ഇസ് ഓൾസോ കമ്മിങ് അണ്ടർ ഗവൺമെന്റ്. ഇനി ഗവൺമെന്റിനകത്ത് വരുന്ന എന്താ? പീപ്പിൾ ഓഫ് അതോറിറ്റി. ആരാണ്? പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, ഗവർണർ. ഇതെല്ലാം ആരുടെ ഭാഗമാ? ദീസ് ആർ ഓൾ പാർട്ട് ഓഫ് യുവർ ഗവൺമെന്റ്. ഇനി ഗവൺമെന്റിന് ഇറ്റ് ഈസ് സെയ്ഡ് ടു ഹാവ് സം ഓർഗൻസ്, അല്ലെങ്കിൽ ഗവൺമെന്റിന് 3 ഓർഗൻസ് ഉണ്ടെന്ന് പറയും. ഇതായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കുന്നത്. എവറി ഗവൺമെന്റ് വിൽ ഹാവ് 3 ഓർഗൻസ്. ഇനി ചിലർ ഇതിനെ ഓർഗൻസ് ഓഫ് ദ സ്റ്റേറ്റ് എന്നും വിളിക്കാറുണ്ട്. എങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, ഓർഗൻസ് ഓഫ് ദ സ്റ്റേറ്റ് എന്നോ ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ് എന്ന് വിളിച്ചാലോ കുഴപ്പമില്ല. ഇനി നമുക്ക് നോക്കേണ്ടത് വിച്ച് ആർ ദ 3 ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ്. ചിലർ ബുക്കുകളിൽ പറയുന്നത് ഓർഗൻസ് ഓഫ് ദ സ്റ്റേറ്റ്. എങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല. അപ്പൊ ഒരു ഗവൺമെന്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന് 3 ഓർഗൻസ് കാണും. ഏതൊക്കെയാ? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ലെജിസ്ലേച്ചറിന്റെ ജോലി എന്താ സ്റ്റുഡൻസ്? ലെജിസ്ലേച്ചർ ആണ് നിയമം ഉണ്ടാക്കുന്നത്. ലോ മേക്കിംഗ് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ദ ലെജിസ്ലേച്ചർ. ഇന്ത്യയിൽ സെൻട്രൽ ലെവലിൽ നമുക്ക് എന്തുണ്ട്? ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. ഇതാണ് ഇന്ത്യയുടെ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റ് ഇസ് ദ സെൻട്രൽ ലെജിസ്ലേച്ചർ വിച്ച് ഹാസ് 2 ബോഡീസ്. ലോക്സഭ ദ ലോവർ ഹൗസ് ആൻഡ് രാജ്യസഭ ദ അപ്പർ ഹൗസ്. ഇനി സ്റ്റേറ്റ് ലെവലിലേക്ക് വന്നാലോ, നമുക്ക് നിയമസഭകളുണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉണ്ട്. ചില സ്റ്റേറ്റുകൾക്ക് മാത്രം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഉണ്ട്. അപ്പൊ ഒന്നുകൂടെ പറയാം, ലെജിസ്ലേച്ചറിന്റെ ബേസിക് ഫംഗ്ഷൻ ഇസ് ടു മേക്ക് ലോ, എനാക്ട് ലോസ്. ഇന്ത്യയുടെ കേസിൽ സെൻട്രൽ ലെജിസ്ലേച്ചർ എന്താണ്? നമ്മുടെ പാർലമെന്റ് ആണ്. പാർലമെന്റിൽ 2 ചേംബറുകളുണ്ട്. അപ്പർ ഹൗസ് ദാറ്റ് ഇസ് കോൾഡ് രാജ്യസഭ, ലോവർ ഹൗസ് ദാറ്റ് ഇസ് കോൾഡ് ലോക്സഭ. സ്റ്റേറ്റ് ലെവലിലേക്ക് വന്നാലോ, മിക്ക സ്റ്റേറ്റുകൾക്കും നിയമസഭകളുണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉണ്ട്. ചില സ്റ്റേറ്റുകൾക്ക് മാത്രം ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഉണ്ട്. അപ്പം ലെജിസ്ലേറ്ററിന്റെ ജോലി ഈസ് ടു ഫോർമുലേറ്റ് ആൻഡ് എനാക്ട് ലോ. ഓക്കെ, ഈ കാര്യങ്ങൾ ക്ലിയർ ആയി. ഇനി നമുക്ക് എന്തുണ്ട്? ലോ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, ലോ എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു ബോഡി വേണ്ടേ? അപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യാനും ലോ എൻഫോഴ്സ് ചെയ്യാനും നമുക്ക് ആരുണ്ട്? ഒരു എക്സിക്യൂട്ടീവ് ഉണ്ട്. അപ്പൊ ലോ മേക്കിംഗ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ലെജിസ്ലേച്ചർ, ബട്ട് ദ എക്സിക്യൂഷൻ പാർട്ട് ലൈസ് വിത്ത് ദ എക്സിക്യൂട്ടീവ്. അപ്പൊ എക്സിക്യൂട്ടീവ് തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് ടെമ്പററി എക്സിക്യൂട്ടീവ്, മറ്റേത് പെർമനന്റ് എക്സിക്യൂട്ടീവ്. നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അതിൽ ചിലർ ചേർന്ന് പിന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാക്കും, ക്യാബിനറ്റ് ഉണ്ടാക്കും. ദീസ് പീപ്പിൾ ആർ ടെമ്പററി എക്സിക്യൂട്ടീവ്. ഇവരുടെ ആയുസ് 5 വർഷമേ ഉള്ളൂ. 5 വർഷം കഴിഞ്ഞ് ഇവർ മാറും. അതേസമയം നമുക്കൊരു പെർമനന്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്. അതാരാ? നമ്മൾ സിവിൽ സർവൻസ്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സിവിൽ സർവീസ്. They are considered to be steel frame of India. They are considered to be permanent bureaucracy. Okay, അപ്പോൾ നമ്മൾ എല്ലാ കാലത്തും അവിടെ കാണും. ക്ലിയർ? അപ്പൊ എക്സിക്യൂട്ടീവ് എന്താണെന്ന് മനസ്സിലായോ? എക്സിക്യൂട്ടീവ് ഇസ് ദ പീപ്പിൾ ഹു enact and those people who implement and
എൻഫോഴ്സ് ലോ. ഓക്കെ, പിന്നെ ലോയുടെ ഒരു ബ്രോഡ് ഫ്രെയിംവർക്കേ ആര് ക്രിയേറ്റ് ചെയ്യൂ? ലെജിസ്ലേച്ചർ ക്രിയേറ്റ് ചെയ്യുള്ളൂ. അതിന്റെ ഡീറ്റെയിലിംഗ് അതാരാ ചെയ്യുന്നത്? എക്സിക്യൂട്ടീവ് ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ചിലർ പറയും ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സ്കെൽട്ടൽ ഫ്രെയിം മാത്രമേ ലെജിസ്ലേച്ചർ തരൂ. ആ സ്കെൽട്ടനകത്ത് ഫ്ലഷ് വെക്കുന്നത് ആരാ? പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്ന ആരാ? എക്സിക്യൂട്ടീവ് ആണ്. എക്സിക്യൂട്ടീവ് 2 ടൈപ്പ് ഉണ്ട്, പെർമനന്റ് ഉണ്ട്, ടെമ്പററി ഉണ്ട്. നമ്മളൊക്കെ ആകാൻ ആഗ്രഹിച്ചത് ആരെയാണ്? പെർമനന്റ് എക്സിക്യൂട്ടീവ് ആവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, സിവിൽ സർവൻസ്. ഇനി മൂന്നാമത്തെ ഓർഗൻ ഓഫ് ദ സ്റ്റേറ്റ് ഏതാ? ജുഡീഷ്യറി. ജുഡീഷ്യറിക്ക് ബേസിക്കലി 2 ഫംഗ്ഷനാണുള്ളത്. നോർമൽ ജുഡീഷ്യറിയുടെ ഫംഗ്ഷൻ എന്താ? അഡ്ജുഡിക്കേറ്റ് ഓൺ കേസസ്. ഓക്കെ, ഇറ്റ് അഡ്ജുഡിക്കേറ്റ്സ് കേസസ് ഓർ റിസോൾവ്സ് ഡിസ്പ്യൂട്ട്. ജനങ്ങൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്, സ്റ്റേറ്റും ജനങ്ങളും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്, സ്റ്റേറ്റും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്, പല രീതിയിലുള്ള ഡിസ്പ്യൂട്ടുകൾ പല രീതിയിലുള്ള കോടതികൾ എന്ത് ചെയ്യും? ക്ലിയർ ചെയ്യും. ദാറ്റ് ഈസ് ദ അഡ്ജുഡിക്കേഷൻ ഫംഗ്ഷൻ. ഇനി ഹയർ കോർട്ടുകൾ, ഹൈക്കോർട്ട് എന്നല്ല ഞാൻ പറഞ്ഞ, ഹയർ കോർട്ടുകൾ ലൈക്ക് യുവർ സുപ്രീം കോർട്ട് ആൻഡ് യുവർ ഹൈക്കോർട്ട്സ്. ഹയർ ജുഡീഷ്യറിക്ക് എന്തൊരു പവർ ഉണ്ട്? കോൺസ്റ്റിറ്റ്യൂഷനെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. നമ്മുടെ സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും കോൺസ്റ്റിറ്റ്യൂഷനെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ, സുപ്രീം കോർട്ടിനെ നമ്മൾ ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. അപ്പം ലെജിസ്ലേച്ചറിന്റെ ജോലി ടു ക്രിയേറ്റ് ഓർ മേക്ക് ലോസ്, എക്സിക്യൂട്ടീവിന്റെ ജോലി ടു ഇംപ്ലിമെന്റ് ലോസ് ഇൻക്ലൂഡിംഗ് സം പോളിസി ഫോർമുലേഷൻ, ആൻഡ് ജുഡീഷ്യറിയുടെ ഫംഗ്ഷൻ എന്താ? ടു അഡ്ജുഡിക്കേറ്റ് ഓൺ ഡിസ്പ്യൂട്ട്സ് ആൻഡ് ടു ഇന്റർപ്രറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇതാണ് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ 3 ഓർഗൻസ്. ഇനി ഈ ഗവൺമെന്റ് ഹൗ ഡസ് ഇറ്റ് എൻഫോഴ്സ് റൂൾ ആൻഡ് ലോസ്? അപ്പൊ ഗവൺമെന്റ് ആണല്ലോ സ്റ്റേറ്റിന്റെ പവർ എക്സസൈസ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ ഗവൺമെന്റ് ഹൗ ഡസ് ഇറ്റ് എൻഫോഴ്സ് ദ റൂൾസ് ആൻഡ് ലോസ്? കാരണം എന്താ? സ്റ്റേറ്റിന് നമ്മൾ അതോറിറ്റി കൊടുത്തിട്ടുണ്ട്, ലെജിറ്റിമസി കൊടുക്കുന്നുണ്ട്. ആ ലെജിറ്റിമസി ആരാ യൂസ് ചെയ്യുന്നത്? ഗവൺമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റേറ്റിന്റെ പവർ യൂസ് ചെയ്യുന്ന ബോഡിയാണ് ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റിനെ നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ സ്റ്റേറ്റിനെ അനുസരിക്കാതിരിക്കുന്ന പോലെ. So what will happen if you don't obey the government's orders and laws made by it? It will lead to penalties. Okay, അപ്പോൾ സ്റ്റേറ്റിന്റെ നിയമം നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ എന്ത് ചെയ്യും? പീനലൈസ് ചെയ്യും. ബിക്കോസ് സ്റ്റേറ്റിന്റെ പവർ ആരാ എൻജോയ് ചെയ്യുന്നത്? ഗവൺമെന്റ് ആണ്. അപ്പോൾ ഗവൺമെന്റ് ഇറക്കുന്ന നിയമം നിങ്ങൾ പാലിച്ചില്ലെങ്കിൽ, ബിക്കോസ് ഇറ്റ് യൂസസ് ദ ലെജിറ്റിമസി ആൻഡ് അതോറിറ്റി ഓഫ് സ്റ്റേറ്റ്, യു വിൽ ഗെറ്റ് പണിഷ്ഡ്. ഓക്കെ, അപ്പോൾ പണിഷ്മെന്റ് പവർ ഉണ്ട് ഗവൺമെന്റ്. ഇൻ കോമൺ യൂസേജ് the term government often refers specifically to the executive branch. ഇതൊരു കൊളോക്കിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ. നമ്മൾ പത്രത്തിലൊക്കെ നോക്കിയാൽ മോദി ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എന്ന് കാണും. ഓക്കെ, അപ്പൊ നോർമൽ കേസിൽ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അത് എക്സിക്യൂട്ടീവിനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റിലുള്ള ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻസ്ട്രുമെന്റാലിറ്റി ഓഫ് ദ സ്റ്റേറ്റ്. അപ്പം എക്സിക്യൂട്ടീവിനെ അല്ല നമ്മൾ ഗവൺമെന്റ് ആയിട്ട് പഠിക്കുന്നത്. അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. Okay, while a state can change its government, a government cannot change the fundamental nature of the state. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളോട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, സ്റ്റേറ്റ് ആണോ ഗവൺമെന്റ് ആണോ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ ആരാ ഇമ്പോർട്ടൻറ്റ് സ്റ്റുഡൻസ്? ഇറ്റ് ഈസ് ഓൾവേസ് ദ സ്റ്റേറ്റ് വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ്. സ്റ്റേറ്റിന്റെ പവർ എൻജോയ് ചെയ്യുന്ന ഒരു ബോഡി മാത്രമാണ് ഗവൺമെന്റ്. സ്റ്റേറ്റിനെക്കാട്ടി മുകളിൽ ഒരിക്കലും ഗവൺമെന്റിന് പോകാൻ പറ്റില്ല. സ്റ്റേറ്റിന് വേണമെങ്കിൽ ഗവൺമെന്റിനെ മാറ്റാം, ഗവൺമെന്റിന് ഒരിക്കലും സ്റ്റേറ്റിനെ മാറ്റാൻ പറ്റില്ല. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ക്യാൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ് എക്സിസ്റ്റ് ഇൻ എ സിമിലർ ഫാക്ഷൻ? ഓക്കെ, ഈക്വൽ ആയിട്ട് അവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടോ? സ്റ്റേറ്റ് ഈക്വൽ ടു ഗവൺമെന്റ് എന്ന് പറഞ്ഞൊരു അവസ്ഥ വരാൻ പറ്റൂ? കാരണം ഞാൻ പറഞ്ഞു സ്റ്റേറ്റ് ആണ് എപ്പോഴും സുപ്പീരിയർ, ഗവൺമെന്റ് അതിനെക്കാട്ടി ഇൻഫീരിയർ ആണ്. പക്ഷേ ചില സാഹചര്യത്തിൽ സ്റ്റേറ്റ് ക്യാൻ ബി ഈക്വൽ ടു ഗവൺമെന്റ്. എക്സാമ്പിൾ, ഒരു എമർജൻസി സമയത്ത് നമ്മുടെ ഗവൺമെന്റിന് പവർ വളരെയധികം കൂടും. എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, എമർജൻസി പീരീഡിൽ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് വാസ് വെരി പവർഫുൾ. തോന്നുന്നത് പോലെയൊക്കെ അത് പലപ്പോഴും ചെയ്തു. ഈവൻ ദോ ലീഗൽ ലിമിറ്റ്സ് ഉണ്ടെങ്കിലും സ്റ്റേറ്റിന്റെ അടുത്തോളം പവർഫുൾ ആവും ഒരു ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ എമർജൻസി അധികം ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തത്. അല്ലാത്ത അവസ്ഥ എന്താ? ഡിക്റ്റേറ്റർഷിപ്പ് ഉള്ള സ്ഥലം, ഓട്ടോക്രസി ഉള്ള സ്ഥലം, മലൈൻ മൊണാർക്കി എന്ന് പറഞ്ഞാൽ ആൾക്കാരോടൊന്നും ഒരു സ്നേഹവും ഇല്ലാത്ത തോന്നിയ രീതി ഭരിക്കുന്ന മൊണാർക്കുകളുള്ള സ്ഥലം, രാജാക്കന്മാരുള്ള സ്ഥലം. ഓട്ടോക്രസി, ഡിക്റ്റേറ്റർഷിപ്പ്. ഓക്കെ, ഡിക്റ്റേറ്റർഷിപ്പ് എന്താ? നോർത്ത് കൊറിയയുടെ കേസ്, നാസി ജർമ്മനി, ഇതെല്ലാം ഒരു ഡിക്റ്റേറ്റർഷിപ്പ് പോലെ. ഈ ഓട്ടോക്രസി ചിലർ പറയുന്ന പുത്തിൻ്റെ റഷ്യ, ഓക്കെ, ബെലാറസിലെ ലൂക്കഷെങ്കോ, സൗദി അറേബ്യയിലെ ഹൗസ് ഓഫ് സൗദ്, ഇവരൊക്കെ ഓട്ടോക്രസിയാണ്.
ആ നേതാക്കന്മാർ പറയുന്നതിന്റെ പുറത്ത് ആർക്കും പോകാൻ പറ്റത്തില്ല. മറ്റേ സ്ഥലത്ത് ഡിക്റ്റേറ്റർഷിപ്പാണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഗവൺമെന്റിന് സ്റ്റേറ്റിന്റെ അത്രയും തന്നെ പവറുണ്ട്. ഇപ്പൊ പുതിൻ പറയുന്നതാണ് വാക്ക്, മുഹമ്മദ് ബിൻ സൽമാൻ പറയുന്നതാണ് വാക്ക്, അതുപോലെ കിം ജോങ് ഉൺ പറയുന്നതാണ് വാക്ക്. അപ്പം ചില സാഹചര്യങ്ങളിൽ മാത്രം ഗവൺമെന്റിന് സ്റ്റേറ്റിന് അടുത്തോളം പവർ വരും. എപ്പോ? ഒന്നുകിൽ എമർജൻസി ഉള്ളപ്പോൾ, അല്ലെങ്കിൽ അവിടെ ഒരു ഡിക്റ്റേറ്റർഷിപ്പോ ഓട്ടോക്രസിയോ മലൈൻ മൊണാർക്കിയോ ഉണ്ടെങ്കിൽ. Okay, I hope you understood this. Okay. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഹിറ്റ്ലർ, പുതിൻ, ലുക്കഷെങ്കോ, മുഹമ്മദ് ബിൻ സൽമാൻ, യുവർ കിം ജോങ് ഉൺ. ഓക്കെ, ഇത് ലൂയി 14. ലൂയി 14 ഫ്രാൻസിന്റെ ചക്രവർത്തിയായിരുന്നു. ലൂയി 14 പറഞ്ഞൊരു കാര്യം എന്താ? ഐ ആം ദ സ്റ്റേറ്റ്, സൺ കിങ് എന്ന് ഇദ്ദേഹത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ഇത് ഒരു ഒറ്റ വ്യക്തിയാണ്, ഗവൺമെന്റിനെ നയിക്കുന്ന ഒറ്റ വ്യക്തി. പക്ഷെ ഇദ്ദേഹം പറഞ്ഞെന്താ? ഐ ആം ദ സ്റ്റേറ്റ്. അപ്പൊ ഇങ്ങനെ ഓട്ടോക്രാറ്റുകളോ മലൈൻ മൊണാർക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ബിക്കംസ് ഓൾമോസ്റ്റ് പവർഫുൾ ആസ് ദ സ്റ്റേറ്റ്. ഇനി സ്റ്റേറ്റും ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കിയാൽ, സ്റ്റേറ്റ് ആണ് ആദ്യം വന്നത്, അതിനുശേഷമാണ് ഗവൺമെന്റ് വന്നത്. സ്റ്റേറ്റ് കെയിം ഫസ്റ്റ്, ദെൻ ഓൺലി ഗവൺമെന്റ് കെയിം. സ്റ്റേറ്റ് ഹാസ് ദ അൾട്ടിമേറ്റ് സോവറിൻ പവർ. സ്റ്റേറ്റിന്റെ കയ്യിലാണ് അൾട്ടിമേറ്റ് സോവറിൻ പവർ. ഗവൺമെന്റ് യൂസസ് ദ പവർ ഇൻ ഓൺലി എ റെസ്ട്രിക്റ്റഡ് വേ. മനസ്സിലാക്കിക്കൊള്ളുക, സ്റ്റേറ്റിന്റെ കയ്യിലാണ് അൾട്ടിമേറ്റ് പവർ ഇരിക്കുന്നത്, ഗവൺമെന്റ് അത് യൂസ് ചെയ്തെന്നുള്ളൂ. ഓപ്പോസിഷൻ ടു സ്റ്റേറ്റ് ഇസ് നോട്ട് ആക്സെപ്റ്റബിൾ. നിങ്ങൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ ഫ്ലാഗ് കത്തിച്ചാൽ ഇറ്റ് ഇസ് നോട്ട് ആക്സെപ്റ്റബിൾ. ബട്ട് ഓപ്പോസിഷൻ ടു ഗവൺമെന്റ് ഇസ് ആക്സെപ്റ്റബിൾ. നിങ്ങൾക്ക് ഗവൺമെന്റിനെതിരെ ശബ്ദം ഉയർത്താം, അത് നിങ്ങളുടെ റൈറ്റ് ആണ്. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ആന്റി ഗവൺമെന്റും ആന്റി സ്റ്റേറ്റും ഒന്നാണെന്നുള്ള ഒരു ധാരണ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു. ഇറ്റ് ഇസ് ഡിഫറെന്റ്. നിങ്ങൾക്ക് മോദി ഗവൺമെന്റിനെയോ പിണറായി ഗവൺമെന്റിനെയോ ആരെ വേണമെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഇന്ത്യ ക്രിട്ടിസൈസ് ചെയ്ത് പാകിസ്ഥാൻ കീ ചെയ്യുന്ന വിളിച്ചാൽ then that is a problem because you are going against the state. That is not acceptable. ഓക്കെ, അതുപോലെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ബോഡി ഇറ്റ് ഇസ് പെർമനന്റ്. ഗവൺമെന്റ് ടെമ്പററി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടി മാറും. ഗവൺമെന്റ് ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് പെർമനന്റ്, ബട്ട് എക്സിക്യൂട്ടീവ് എന്ന രീതിയിൽ നോക്കുമ്പോൾ ഗവൺമെന്റ് മാറും. അത് ഓർത്തിരിക്കട്ടോ. അങ്ങനെ നോക്കിയാൽ സ്റ്റേറ്റും പെർമനന്റ് ആണ്, ഗവൺമെന്റും പെർമനന്റ് ആണ്. പക്ഷേ നിങ്ങൾ എക്സിക്യൂട്ടീവിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, പാർട്ടിയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഭരണം മാറും. പക്ഷെ ഗവൺമെന്റ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ എൻറ്റിറ്റി ഒരു സ്റ്റേറ്റ് ഉള്ളിടത്തോളം കാലം അത് വേണം. കാരണം ഗവൺമെന്റ് ഇല്ലാതെ സ്റ്റേറ്റിനെ റൺ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് ഇസ് ആൻ ആബ്സ്ട്രാക്ട് ഗവൺമെന്റ്, ഗവൺമെന്റ് ഇസ് എ കോൺക്രീറ്റ് മെഷീനറി. ഓക്കെ, അപ്പൊ ഗവൺമെന്റും സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ഇനിയുള്ള കോൺസെപ്റ്റ് എന്താ? സോവർണിറ്റി. സോവർണിറ്റി ഈസ് ദ ഫോർത്ത് എലിമെന്റ് ഓഫ് ദ സ്റ്റേറ്റ്. സോവർണിറ്റി ഈസ് ദ ഫോർത്ത് എലിമെന്റ് ഓഫ് ദ സ്റ്റേറ്റ്. ഇത് സ്റ്റേറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എലിമെന്റ് ആണ്. സോവർണിറ്റിയുടെ അർത്ഥം എന്താ? സോവർണിറ്റി മീൻസ് സുപ്രീം പവർ ഓർ സുപ്രീം അതോറിറ്റി. ഓക്കെ, അപ്പം സോവർണിറ്റി എന്താ? ഹയസ്റ്റ് ഇൻഡിപെൻഡന്റ് പവർ ടു ഗവേൺ വിത്തിൻ ഡിഫൈൻഡ് ടെറിട്ടോറിയൽ ബൗണ്ടറീസ് വിത്തൗട്ട് എക്സ്റ്റേണൽ ഇന്റർഫിയറൻസ്. പരമാധികാരമില്ലാത്ത സ്റ്റേറ്റ് എന്തായി മാറും? ഒരു കോളനി ആയിട്ട് മാറും. സോവർണിറ്റി റെഫേഴ്സ് ടു ദ പവർ ഓഫ് എനി സ്റ്റേറ്റ് ടു മാനേജ് ഇറ്റ്സ് ഓൺ അഫയേഴ്സ് വിത്തൗട്ട് ബീങ് കൺട്രോൾഡ് ഓർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സസ്. അതായത് നിങ്ങളുടെ രാജ്യത്തിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് തീരുമാനിക്കാം, പുറത്തുള്ള ഒരു ബാഹ്യശക്തിക്കും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ അധികാരം ഉണ്ടാവില്ല. ദ സുപ്രീം പവർ ഓർ അതോറിറ്റി ഓഫ് എ സ്റ്റേറ്റ് ടു ഗവേൺ ഇറ്റ് സെൽഫ് ഇൻഡിപെൻഡന്റ്ലി വിത്തൗട്ട് എക്സ്റ്റേണൽ ഇന്റർഫിയറൻസ്. ഇതാണ് സോവർണിറ്റിയുടെ അർത്ഥം. അതായത് നിങ്ങളുടെ രാജ്യത്തിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്, പുറത്തുള്ള ഒരു രാജ്യത്തിനും ഒരു പവറിനും അതിനകത്ത് ഇടപെടാൻ പവർ ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഡെഫിനിഷനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, ടൈപ്പ് ഓഫ് സോവർണിറ്റി ആയിട്ട് കാണാം. ഒന്ന് ഇന്റേണൽ സോവർണിറ്റി, ഒന്ന് എക്സ്റ്റേണൽ സോവർണിറ്റി. ഇന്റേണൽ സോവർണിറ്റി, ആ ഡെഫിനിഷന്റെ ആദ്യത്തെ ഭാഗം നിങ്ങൾ നോക്കുക. ഇന്റേണൽ സോവർണിറ്റി റെഫേഴ്സ് ടു സോവറിൻ പവർ ഓഫ് ദ സ്റ്റേറ്റ് by which state exercises ultimate authority over all persons, groups and institutions within it. നിങ്ങളുടെ സ്റ്റേറ്റിനകത്തുള്ള ഏത് അതോറിറ്റി ആയിക്കോട്ടെ, ഏത് ആളായിക്കോട്ടെ, ഏത് ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഇവരുടെ എല്ലാം മേലുള്ള ആൾക്കായിരിക്കും കൺട്രോള്, സ്റ്റേറ്റിനായിരിക്കും കൺട്രോള്. സ്റ്റേറ്റ് സോവറിൻ സ്റ്റേറ്റ് ഹാസ് ഇൻഡിപെൻഡന്റ് അതോറിറ്റി ടു മേക്ക് ലോസ് വിത്തിൻ ദ ടെറിട്ടറി. ഇതാണ് ഫസ്റ്റ് പാർട്ട്. അതായത് നിങ്ങളുടെ സ്റ്റേറ്റിനകത്ത് എന്ത് നടക്കണമെന്ന് അവിടുത്തെ ഗവൺമെന്റ് തീരുമാനിക്കും, ആ സ്റ്റേറ്റ് തീരുമാനിക്കും. ആ സ്റ്റേറ്റിനകത്തുള്ള എല്ലാ ബോഡിയും, എല്ലാ ആൾക്കാരുടെ മുകളിലും, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മേളിലും സ്റ്റേറ്റിനായിരിക്കും പരമാധികാരം. ദിസ് ഇസ് കോൾഡ് ആസ് ഇന്റേണൽ സോവറിറ്റി.
ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സോവറിറ്റി ഉണ്ട്, എക്സ്റ്റേണൽ സോവറിറ്റി. എക്സ്റ്റേണൽ സോവറിറ്റി മീൻസ് ദ സ്റ്റേറ്റ് ഈസ് ഫ്രീ ഫ്രം ഔട്ട്സൈഡ് കൺട്രോൾ ഓഫ് എക്സ്റ്റേണൽ പവേഴ്സ്. ബാഹ്യ ശക്തികൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ ഒരു അധികാരവും ഉണ്ടാവില്ല, അത് സമ്മതിക്കുകയില്ല. ഇറ്റ് ഹാസ് ദ പവർ ടു മേക്ക് ഇൻഡിപെൻഡന്റ് ഫോറിൻ പോളിസി. ഇപ്പൊ എക്സ്റ്റേണൽ സോവറിറ്റിയിൽ രണ്ട് കോൺസെപ്റ്റ് ഉണ്ട്. ഒന്ന്, വേറൊരു രാജ്യത്തിലും നിങ്ങളുടെ പോളിസികളെയും നിങ്ങളുടെ രാജ്യത്ത് എന്ത് നടക്കുമെന്ന് തീരുമാനിക്കാനും അധികാരമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ഫോറിൻ പോളിസി നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. ഫോറിൻ പോളിസി എന്താ? വേറെ രാജ്യങ്ങളുമായിട്ട് നമ്മൾ എങ്ങനെ ഇടപെടും, നമ്മൾ എങ്ങനെ റിലേഷൻ കീപ്പ് ചെയ്യും. ദിസ് ഇസ് കോൾഡ് ആസ് എക്സ്റ്റേണൽ സോവറിറ്റി. ഫോറിൻ പോളിസിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താ? ടു ഫർദർ അവർ നാഷണൽ ഇൻട്രസ്റ്റ്. അപ്പം നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റിന് വേണ്ടി നമുക്ക് പല രാജ്യങ്ങളോട് പല രീതിയിൽ സഹകരിക്കാം. അതിനകത്തൊന്നും പുറത്തെ ഒരാളെ ഇടപെടരുത്. ഇപ്പം നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് S-400 മേടിച്ചെന്ന് പറഞ്ഞ് നാളെ അമേരിക്ക നമുക്കിട്ട് പണിയാൻ വന്നാൽ that is considered to be a violation of sovereignty. It is violation of external sovereignty. Okay, while internal sovereignty focused on domestic control, external sovereignty addresses a state's position and independence in the global order. Okay, അപ്പോൾ external sovereignty internal sovereignty നമുക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് നിങ്ങൾക്ക് നോക്കാം. ഐ ഹാവ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ്. ഇനി നമുക്ക് സോവറിറ്റിയെ വേറൊരു രീതിയിൽ തരംതിരിക്കാം, ബേസ്ഡ് ഓൺ ഹൂ ഹോൾഡ്സ് ഇറ്റ്. ആരുടെ കയ്യിലാണ് സോവറിറ്റി ഇരിക്കുന്ന ബേസിൽ നമുക്ക് സോവറിറ്റിയെ ഡിവൈഡ് ചെയ്യാം. വൺ ഇസ് പോപ്പുലർ സോവറിറ്റി. പോപ്പുലർ സോവറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിന്റെ പവർ ഒഴുകി വരുന്നത് എവിടുന്ന് ആണ്? ജനങ്ങളുടെ കയ്യിൽ നിന്നാണ്, ഫ്രം ദ പോപ്പുലേഷൻ. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രിയാമ്പിളിൽ എന്ത് എഴുതിയിരിക്കുന്നത്? വി ദ പീപ്പിൾ ഹാവ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് അവർ സെൽഫ്. അപ്പൊ ഇന്ത്യയിലെ സ്റ്റേറ്റിന് ആരാ പവർ കൊടുത്തേക്കുന്നത്? ഇന്ത്യയിലെ ജനങ്ങളാണ്. അപ്പം ഇഫ് ദ പവർ ഇസ് ഫ്ലോയിങ് ഫ്രം ദ പീപ്പിൾ ദെൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് പോപ്പുലർ സോവറിറ്റി. ഇനി രണ്ടാമതൊരു സോവറിറ്റി ഉണ്ട്, പാർലമെന്ററി സോവറിറ്റി, അല്ലെങ്കിൽ ഇതിനെ ചിലർ പൊളിറ്റിക്കൽ സോവറിറ്റി എന്ന് വിളിക്കും. പൊളിറ്റിക്കൽ സോവറിറ്റി അല്ലെങ്കിൽ പാർലമെന്ററി സോവറിറ്റി ഉള്ള രാജ്യത്ത് ദ ലെജിസ്ലേറ്റീവ് ഓർ ദ ലോ മേക്കിംഗ് ബോഡി ഹാസ് ദ അൾട്ടിമേറ്റ് പവർ. അവിടെ ഏറ്റവും പവർഫുൾ ജനങ്ങളല്ല, അവിടുത്തെ പാർലമെന്റ് ആണ്, ലെജിസ്ലേച്ചർ ആണ്. പവർ ഫ്ലോസ് ഫ്രം ദ പാർലമെന്റ് ഓർ ദ ലെജിസ്ലേച്ചർ. എക്സാമ്പിൾ ആണ് UK പാർലമെന്റ്. UK നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ UK ഗവൺമെന്റ് അല്ലെങ്കിൽ UK പാർലമെന്റിന് എന്തും ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്ന് ചിലർ പറയുന്നു. അപ്പൊ ചില പൊളിറ്റിക്കൽ തിയറിസ്റ്റുകളൊക്കെ പറയുന്നത് UK ഗവൺമെന്റ് ഇറ്റ് ക്യാൻ ഡു എനിത്തിങ് എൽസ് അതർ ദാൻ ടു കൺവേർട്ട് എ വുമൺ ഇൻ ടു മാൻ. ഒരാണിനെ പെണ്ണും പെണ്ണിനെ ആണും ആക്കാൻ പറ്റാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും അത് മാത്രമേ അവർക്ക് പറ്റാത്തുള്ളൂ. ബാക്കി എല്ലാം UK പാർലമെന്റ് ചെയ്യാമെന്നാണ്. നിങ്ങൾ മനസ്സിലാവണം, UK ഒരു സുപ്രീം കോടതി തന്നെ വരുന്നത് 2009 മാത്രമാണ്, UK സുപ്രീം കോടതി. അതിനു മുമ്പ് UK പാർലമെന്റിന്റെ ഭാഗമായിട്ടിരിക്കുന്നവർ തന്നെയാണ് ജഡ്ജസിന്റെ റോളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഒരിക്കലും UK കോടതിക്ക് UK ലെജിസ്ലേച്ചറിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എക്സിക്യൂട്ടീവിനെതിരെ ചെയ്യായിരിക്കും, പക്ഷെ അവരുടെ ലെജിസ്ലേച്ചറിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ലെജിസ്ലേച്ചർ ആണ് അവിടെ സോവറിൻ. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്തെയാണ് നമ്മൾ പാർലമെന്റ്, ഇങ്ങനെയുള്ള സിറ്റുവേഷനെയാണ് പാർലമെന്ററി സോവറിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നമുക്കുള്ളത് പോപ്പുലർ സോവറിറ്റിയാണ്. ജനങ്ങളാണ് പവറിന്റെ സോഴ്സ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ടൈപ്പ് സോവറിറ്റി ഉണ്ട്, റിയൽ വേഴ്സസ് നോമിനൽ സോവറിറ്റി. റിയൽ സോവറിറ്റി വേഴ്സസ് നോമിനൽ സോവറിറ്റി. എന്താണ് നോമിനൽ സോവറിറ്റി? ഫോർ നെയിം സേക്ക് ഓർ ടൈറ്റിലർ ഇൻ നേച്ചർ. അതായത് ബ്രിട്ടനിലെ രാജാവ്, ഹീസ് ഓൺലി എ നോമിനൽ സോവറിൻ, അദ്ദേഹത്തിന്റെ വലിയ പവറുകളൊന്നുമില്ല. ഓക്കെ, ദിസ് ഇസ് കോൾഡ് ആസ് നോമിനൽ സോവറിറ്റി. ഇനി റിയൽ സോവറിറ്റി എന്താ? വെൻ വൺ എൻജോയ്സ് റിയൽ പവർ. അമേരിക്കൻ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, ഇവർക്കെല്ലാം ശരിക്കുള്ള പവർ ഉണ്ട്. സോ ദീസ് പീപ്പിൾ ആർ കൺസിഡർഡ് ടു ബി റിയലി സോവറിൻ. ഇതാണ് റിയൽ സോവറിറ്റി. ഇനി നോമിനൽ സോവറിറ്റി ഞാൻ പറഞ്ഞ ബ്രിട്ടനിലെ രാജാവ്, ഇന്ത്യൻ പ്രസിഡന്റ്, ഇവർക്കൊന്നും ശരിക്കുള്ള പവർ ഇല്ല, വളരെ ലിമിറ്റഡ് പവറുകളേ ഉള്ളൂ, വളരെ ടൈറ്റിലർ ആയിട്ടുള്ള പവേഴ്സ് ഇവർക്കുള്ളൂ. ശരിക്കും പവർ എൻജോയ് ചെയ്യുന്നത് അമേരിക്കയിലെ പ്രസിഡന്റും ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്ററുമാണ്. ദിസ് ഇസ് വാട്ട് ഇസ് റിയൽ വേഴ്സസ് നോമിനൽ സോവറിറ്റി. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ലീഡർഷിപ്പ് നമ്മൾ നോക്കിയാൽ പ്രൈം മിനിസ്റ്റർ ആണ് റിയൽ, ഹീസ് ദ റിയൽ സോവറിൻ. പ്രസിഡന്റ് ഇസ് ഓൺലി എ നോമിനൽ സോവറിൻ. അപ്പൊ നമ്മൾ 6 ടൈപ്പ് ഓഫ് സോവറിറ്റീസ് പഠിച്ചു. ഇന്റേണൽ സോവറിറ്റി, എക്സ്റ്റേണൽ സോവറിറ്റി, പോപ്പുലർ സോവറിറ്റി, പൊളിറ്റിക്കൽ സോവറിറ്റി, നോമിനൽ സോവറിറ്റി ആൻഡ് റിയൽ സോവറിറ്റി. ഇനി ഒരു ടൈപ്പ് ഓഫ് സോവറിറ്റി കൂടെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ് എൻഡ് ചെയ്യും. ഡി ജൂറെ സോവറിറ്റി വേഴ്സസ് ഡി ഫാക്ടോ സോവറിറ്റി. എന്താണ് ഡി ജൂറെ സോവറിറ്റി? Legal or rightful sovereignty that is recognized by law, constitution or international agreements. De jure sovereign is one who has the legal claim to the sovereignty but does not possess it. ഈ ഒരു ഡി ജൂറെ സോവറിറ്റിയുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് പാകിസ്ഥാനിലെ സിവിലിയൻ ഗവൺമെന്റ്, പ്രൈം മിനിസ്റ്റർ. പാകിസ്ഥാന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ശരിക്കും പവർ ആർക്കാ വരേണ്ടത്? പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിക്കും അവരുടെ ഗവൺമെന്റിനുമാണ്. പക്ഷെ അവിടെ ശരിക്കും പവർ എൻജോയ് ചെയ്യുന്ന ആരാ?
ഈ കാണുന്ന ആസിഫ് മുനീറാണ്. അപ്പൊ പാകിസ്ഥാന്റെ കേസിൽ ലീഗലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഗവൺമെന്റ് ആണ് സോവറിൻ, പക്ഷെ പവർ എൻജോയ് ചെയ്യുന്ന ആരാ? അവിടുത്തെ മിലിറ്ററി ആണ്, ഡീപ് സ്റ്റേറ്റ് ആണ്. അപ്പൊ പാകിസ്ഥാന്റെ ഒക്കെ സോവറിറ്റിയെ നമ്മൾ ഡി ജൂറെ സോവറിറ്റി എന്ന് പറയും. പേരിന് ശരിക്കും നിയമപരമായ സോവറിറ്റി സർക്കാരിനാണെങ്കിലും അത് അനുഭവിക്കുന്നത് ആരാണ്? എൻജോയ് ചെയ്യുന്നത് മിലിറ്ററിയാണ്. ഇതിനെയാണ് ഡി ജൂറെ സോവറിറ്റി എന്ന് പറയുന്നത്. ഇനി ഡി ഫാക്ടോ സോവറിറ്റി. ഡി ഫാക്ടോ സോവറിറ്റി എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം നിങ്ങൾക്ക് അധികാരമൊന്നുമില്ല വലിയ, പക്ഷെ ശരിക്കും നിങ്ങളാണ് പവർ എൻജോയ് ചെയ്യുന്നത്. അഗെയിൻ പാകിസ്ഥാന്റെ മിലിറ്ററിയാണ് ഇതിന്റെ എക്സാമ്പിൾ. പാകിസ്ഥാൻ മിലിറ്ററിക്ക് ഭരണഘടന പ്രകാരം വലിയ അധികാരങ്ങളില്ല, സിവിലിയൻ ഗവൺമെന്റാണ് ഉള്ളത്. പക്ഷെ അവിടെ പവർ എൻജോയ് ചെയ്യുന്ന ആരാണ്? പാകിസ്ഥാൻ ഗവൺമെന്റാണ്. സോ അവിടെ പാകിസ്ഥാൻ ഗവൺമെന്റ് ഡിഫാക്ടോ സോവറിനാണ്, പാകിസ്ഥാൻ മിലിറ്ററി ഡിഫാക്ടോ സോവറിനാണ്, പാകിസ്ഥാൻ ഗവൺമെന്റും പി എമ്മും ഡി ജൂറെ സോവറിനാണ്. പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററിന്റെ കയ്യിലാണ് ശരിക്കും നിയമപരമായുള്ള അവകാശങ്ങൾ, പക്ഷെ അദ്ദേഹത്തിന് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഹീസ് ഓൺലി ഡി ജൂറെ സോവറിൻ. പാകിസ്ഥാൻ മിലിറ്ററിയുടെ കയ്യിൽ ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷണലി പവറുകൾ കുറവാണ്, പക്ഷെ പവർ എല്ലാം കൈയാളുന്നത് അവരാണ്. സോ ദേ ആർ കോൾഡ് ആസ് ഡി ഫാക്ടോ സോവറിൻ. ഇനി ഇന്ത്യയുടെ കേസിൽ വേറെ ഒരു കോൺസെപ്റ്റ് കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ആസ് കോൺസ്റ്റിറ്റ്യൂഷണൽ സോവറിറ്റി. ഇത് സിമ്പിൾ ആണ് സ്റ്റുഡൻസ്. നമ്മുടെ കേസിൽ പോപ്പുലേഷൻ എന്ത് ചെയ്തു? നമ്മൾ പീപ്പിൾ, പോപ്പുലേഷൻ അവരുടെ അധികാരങ്ങളും പവറും എല്ലാം കൊടുത്തത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് ഇന്ത്യയിലെ ജനങ്ങളെ ഭരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ എന്തുണ്ടെന്ന് നമുക്ക് പറയാം? കോൺസ്റ്റിറ്റ്യൂഷണൽ സോവറിറ്റി ഉണ്ടെന്ന് പറയാം. ഓക്കെ, പോപ്പുലർ സോവറിറ്റിയുടെ ഒരു വെർഷനാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സോവറിറ്റി. അതായത് നമ്മൾ 3 സ്റ്റെപ്പിലേക്ക് പോയി. ഇന്ത്യയിലെ ജനങ്ങൾ സ്വന്തം പവർ എങ്ങോട്ട് ഒഴുക്കി? കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഒഴുക്കി. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് നമ്മളെ ഭരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ പോപ്പുലർ സോവറിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും തെറ്റില്ല, പക്ഷെ കുറച്ചുകൂടി ടെക്നിക്കലി കറക്റ്റ് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും പവർഫുൾ. കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടറിലാണ് ഇന്ത്യയിലുള്ള എല്ലാവരും. ഓക്കെ, അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന് പവർ കൊടുത്തത് നമ്മൾ തന്നെയാണ്, പക്ഷെ ടെക്നിക്കലി നോക്കുമ്പോൾ ഇന്ത്യയിൽ പീപ്പിളിന് സോവറിറ്റി ഉണ്ടെന്ന് പറയുന്നതിനെക്കാട്ടി ടെക്നിക്കലി കറക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷന് സോവറിറ്റി ഉണ്ടെന്നാണ് പറയേണ്ടത്. കാരണം ജനങ്ങളുടെ ലെജിറ്റിമസിയും അധികാരവും ആർക്കാ കൊടുത്തത്? അവരുടെ വില്ല് എവിടെ കിടക്കുന്നത്? വില്ല് ഓഫ് ദ പീപ്പിൾ കിടക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടറിലാണ് നമ്മളെല്ലാവരും. അപ്പൊ ഇന്ത്യയിൽ പോപ്പുലർ സോവറിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും തെറ്റില്ല, കുറച്ചുകൂടെ കറക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ സോവറിറ്റിയാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് പാർട്ടാണ് ഈ സോവറിറ്റി ഓഫ് എനി സ്റ്റേറ്റ് ആബ്സല്യൂട്ട്. ഒരു സ്റ്റേറ്റിന്റെ സോവറിറ്റി അബ്സല്യൂട്ട് ആണോ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അവസാനത്തെ ചോദ്യം. ഇത് മെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഒരു രാജ്യത്തിന്റെ സോവറിറ്റി അബ്സല്യൂട്ട് അല്ല, കാരണം ദർ മേ ബി പുഷ് ആൻഡ് പുൾസ് ബൈ സ്ട്രോങ് സ്റ്റേറ്റ്. എക്സാമ്പിൾ, നമ്മൾ അമേരിക്ക ഇന്ത്യയോടെ പറയാണ് ഇറാന്റെ കയ്യിൽ നിന്ന് ഓയിൽ മേടിക്കരുത്. പണ്ട് കാലത്ത് നമ്മളത് അനുസരിക്കേണ്ടി വന്നു, കാരണം അതൊരു സ്ട്രോങ്ങർ രാജ്യമായിരുന്നു. പക്ഷേ അമേരിക്കയും ബ്രിട്ടനും അതുപോലുള്ള യൂറോപ്യൻ സ്റ്റേറ്റ്സും ഇടയ്ക്ക് നമ്മളോട് റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ മേടിക്കേണ്ടെന്ന് പറഞ്ഞു. കുറേ നാളോളം നമ്മൾ എന്ത് ചെയ്തില്ല? അവർ പറഞ്ഞത് കേട്ടില്ല. അവിടെ നമ്മൾ നമ്മുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി കീപ്പ് ചെയ്തു. ഇനി ഏത് രാജ്യമാണെങ്കിലും ഈ ഗ്ലോബലൈസേഷന്റെ പീരീഡിൽ ചില സമയത്തൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ബാക്കി രാജ്യങ്ങളെ കേൾക്കേണ്ടി വരും. അപ്പം എല്ലാ രാജ്യത്തിന്റെയും സോവറിറ്റിക്ക് ഒരു ചാലഞ്ചാണ് പുഷ് ആൻഡ് പുൾ ബൈ സ്ട്രോങ് സ്റ്റേറ്റ്. സ്ട്രോങ് സ്റ്റേറ്റുകൾ ചെറിയ രാജ്യങ്ങളെ എപ്പോഴും എന്ത് ചെയ്യും? നിയന്ത്രിക്കാൻ ശ്രമിക്കും. പലപ്പോഴും നമുക്ക് വഴങ്ങേണ്ടി വരും. പിന്നെ ഇന്റർനാഷണൽ ലോയും ഓർഗനൈസേഷനും. ഇപ്പൊ UN ഒരു ഓർഡർ ഇറക്കിയാൽ ചിലപ്പോൾ നമ്മൾ അതിനെ പാലിക്കേണ്ടി വരും, നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ. ചില രാജ്യങ്ങൾ പാലിക്കില്ല. ഇപ്പൊ ചൈനക്കെതിരെ പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ, സൗത്ത് ചൈന സീയിൽ ചൈനയുടെ മാത്രം അധികാരമല്ലെന്ന് പറഞ്ഞിട്ടും ചൈന കേട്ടില്ല. US-ന്റെ അമേരിക്കയുടെ എതിരെയും പല ഓർഗനൈസേഷൻസ് പറഞ്ഞാലും അവരത് കേൾക്കാറില്ല. അപ്പൊ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. പിന്നെ ഈ ലോകത്ത് എന്തുണ്ട്? ഗ്ലോബലൈസേഷന് ശേഷം എക്കണോമിക് ഇന്റർഡിപെൻഡൻസ് ഉണ്ട്. എക്കണോമിക് ഇന്റർഡിപെൻഡൻസ് വന്നപ്പോൾ എന്ത് പറ്റി? ചില സമയത്ത് വേറെ രാജ്യങ്ങളിൽ നിന്നുള്ള റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗുഡ്സ് നമുക്ക് ആവശ്യമുണ്ട്. അവരെ നമ്മൾ വെറുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡൻ്റ് നിലനിന്ന് പോകാൻ പറ്റില്ല. ഇപ്പൊ ചൈനയുടെ കയ്യിൽ നിന്ന് നമുക്ക് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് വേണം, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ മരുന്നുണ്ടാക്കാൻ പറ്റില്ല. ചൈന നാളെ പാനൽ, സോളാർ പാനൽ തന്നില്ലെങ്കിൽ, വാഫേഴ്സ് തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബാറ്ററിയുടെ മെറ്റീരിയൽസ് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ചൈനയും നമ്മളുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള അമേരിക്കയെ പോലും റെയർ എർത്ത് മിനറൽസിന്റെ പൊസിഷൻ ചൈനയിൽ ഉള്ളത് കൊണ്ട് ചൈന നിലയ്ക്ക് നിർത്തുകയാണ്. അപ്പൊ എക്കണോമിക് ഇന്റർഡിപെൻഡൻസും ഗ്ലോബലൈസേഷനും ഉള്ളത് കൊണ്ട് പലപ്പോഴും ഒരു രാജ്യത്തിനും മറ്റേ രാജ്യത്തിന് മുമ്പിൽ വഴങ്ങേണ്ടി വരും. അപ്പം ചൈന റെയർ എർത്ത് ബാൻ ചെയ്യുമെന്നുള്ള ഒരു ഭീഷണി ഇറക്കിയപ്പോൾ അമേരിക്ക വഴങ്ങേണ്ടി വന്നു ഇടയ്ക്ക്. ഓക്കെ, ഇനിയും ചില ഹ്യൂമൻ റൈറ്റ്സ് റെജീമുകളും NGOസും രാജ്യങ്ങളുടെ ഡിസിഷനെ ബാധിക്കാറുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു പുതിയ പ്രോജക്റ്റ് വരുന്നു, ഡെവലപ്മെന്റ് പ്രോജക്റ്റ് വരുന്നു, NGOs പ്രശ്നം ഉണ്ടാക്കുന്നു, അവരൊരു സിവിൽ സ്ട്രൈക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഗവൺമെന്റ് ചിലപ്പോൾ ഈ NGOസിന്റെ പ്രഷറിന് മുമ്പിൽ ചിലപ്പോൾ മുട്ടുമടക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ചാലഞ്ചസിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇന്ത്യയിൽ ഒരു ക്രൈം നടക്കുന്നു, പക്ഷെ ക്രൈം ഒരാൾ സൈബർ ക്രൈമാണ് ചെയ്യുന്നത്, റഷ്യയിൽ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്, നോർത്ത് കൊറിയയിൽ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്.
അപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വേറെ ഒരു രാജ്യത്തിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. വി മേ നീഡ് ദ ഹെൽപ്പ് ഓഫ് അനദർ കൺട്രി. അപ്പോൾ ഇത് ടെക്നോളജിക്കൽ ചാലഞ്ച് കാരണവും നമ്മൾ പല രാജ്യങ്ങളോട് പലപ്പോഴും സഹകരിക്കേണ്ടി വരും. ചിലപ്പോൾ അവരുടെ സഹായം സ്വീകരിക്കേണ്ടി വരും. പലപ്പോഴും അവരുടെ സഹായം സ്വീകരിക്കുമ്പോൾ പകരം നമുക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടിയും വരും. ഓക്കെ, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റേറിയൻ ഇന്റർവെൻഷൻ ആയിക്കോട്ടെ. ഹ്യൂമാനിറ്റേറിയൻ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് അമേരിക്കയുടെ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റ് ആണ്, റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്ട്. ലോകത്ത് എവിടെയെങ്കിലും ജനാധിപത്യം കഷ്ടത്തിലായാൽ അമേരിക്ക കയറി ഇടപെടും. അപ്പോൾ അവിടെയും സോവറിൻ്റ് ആയിട്ടുള്ള രാജ്യം, ഇറാൻ ഒരു സോവറിൻ രാജ്യമായിരുന്നു, പക്ഷെ അതിനകത്ത് അമേരിക്ക കയറി ഇടപെട്ടു. അപ്പോൾ ഇങ്ങനൊരു കോൺസെപ്റ്റ് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ കൊണ്ടുവരുന്നതും ശരിക്കും പറഞ്ഞാൽ സോവറിറ്റിക്ക് വിരുദ്ധമായിട്ട് പോകുന്നതാണ്. അപ്പോൾ ചിലർ പറയും ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം സോവറിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പോയി, കാരണം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇന്റർ കണക്റ്റഡ് ആയി. ദിസ് ഇസ് എ ചാലഞ്ച് ടു സോവറിറ്റി. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം പുതിയൊരു കോൺസെപ്റ്റ് വന്നിരിക്കുകയാണ്, പൂൾഡ് സോവറിനിറ്റി. അതായത് ഇപ്പോഴും എല്ലാ രാജ്യങ്ങളും സോവറിനാണ്, പക്ഷേ സോവറിറ്റി ഉപയോഗിക്കുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. തോന്നിയ പോലെ ഒരു രാജ്യത്തിന് സ്വന്തം ജനങ്ങളോടെ പെരുമാറാൻ പറ്റില്ല, കാരണം എല്ലാവരും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു റെസ്പോൺസിബിൾ സോവറിറ്റി ഇനി ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ലോകത്ത് പല ചാലഞ്ചസ് ഉണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കോട്ടെ, സൈബർ ക്രൈം ആയിക്കോട്ടെ. ഒരു രാജ്യത്തിന് തന്നെ ഈ കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റില്ല. ന്യൂ വേൾഡ് ചാലഞ്ചസ് ആണ് ക്ലൈമറ്റ് ചേഞ്ച്, എഐയുടെ ഡെവലപ്മെന്റ്, സൈബർ ത്രെട്ടുകൾ. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നേരിടണമെങ്കിൽ രാജ്യങ്ങളെല്ലാം സ്വന്തം സോവറിറ്റികൾ പൂൾ ചെയ്യണം, ഒരുമിച്ച് കൊണ്ടുവരണം. ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഈ പ്രശ്നം നേരിടണം. ഈ കോൺസെപ്റ്റിനെയാണ് നമ്മൾ പൂൾഡ് സോവറിറ്റി എന്ന് പറയുന്നത്. പല രാജ്യങ്ങളും സ്വന്തം പരമാധികാരങ്ങൾ പൂൾ ചെയ്തിട്ട് പുതിയ പുതിയ പ്രശ്നങ്ങളെ നേരിടുന്നു. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഫുള്ളായിട്ട് പഠിച്ചു. നമ്മൾ സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ പഠിച്ചു, സ്റ്റേറ്റിന്റെ ഒറിജിൻ പഠിച്ചു, സ്റ്റേറ്റിന്റെ 4 എലിമെന്റ് പഠിച്ചു. പിന്നെ കുറേ കോൺസെപ്റ്റ് ഉണ്ട്. പവർ എന്താണ്, അതോറിറ്റി എന്താണ്, പവറും അതോറിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഗവൺമെന്റ് എന്താണ്, ഗവൺമെന്റും സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഗവൺമെന്റ് ഓർഗൻസ് എന്താണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സസിലെല്ലാം തന്നെ നിങ്ങളുടെ കോൺസെപ്ച്വൽ ഡെവലപ്മെന്റിലായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദ ക്ലാസ്സസ്. താങ്ക് യു.